പിറ്റേന്ന് പ്രഭാതത്തിൽ കാളിക്ഷേത്രത്തിനു മുമ്പിൽ മരിച്ചു മരവിച്ചു കിടക്കുന്ന സുഗന്ധിയുടെ ശവശരീരം കണ്ടെത്തി. കഴുകങ്കാവിലെ കുടിലിനു മുന്നിൽ നിന്നും നിരഞ്ജന്റെ ശവവും കിട്ടി. വിവരമറിഞ്ഞ ചെമ്പകരാമൻ പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. എന്നാൽ മറ്റൊരു വാർത്ത കൂടി അയാളെ തേടിയെത്തി. ചെമ്പകരാമന്റെ പ്രധാന കിങ്കരന്മാരായ പ്രാപ്തനും അവന്റെ ആളുകളും കഴുകങ്കാവിൽ മരിച്ചു കിടക്കുന്നു. ആ വാർത്ത കേട്ട ചെമ്പകരാമൻ ഞെട്ടിപ്പോയി. നിരഞ്ജന്റെ മരണവാർത്തയറിഞ്ഞ സുഗന്ധി കാളിക്ഷേത്രത്തിനു മുന്നിൽ സ്വയം ബലിയർപ്പിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ കരുതിയത്. യഥാർത്ഥ കഥകളൊന്നും ആരും അറിഞ്ഞില്ല, ഊഹിച്ചതുപോലുമില്ല. കാളിക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് പലരും സുഗന്ധിയുടെ പ്രേതത്തെ കണ്ടു. അവളുടെ ആക്രമണത്തിൽ പല പുരുഷന്മാരും ദുർമരണപ്പെട്ടു. അങ്ങനെയാണ് സുഗന്ധിയുടെ ആത്മാവാണ് ഈ അരുംകൊലകൾക്ക് പിന്നിലെന്ന് ജനം അറിഞ്ഞത്. അതോടെ പകൽ പോലും ഈ വഴിക്ക് പോകാൻ ആളുകൾക്ക് ഭയമായി. ഒടുവിൽ ജോത്സ്യനെത്തി പ്രശ്നം വച്ച് ഗണിച്ചറിഞ്ഞ കഥകൾ കേട്ട് നാട്ടുകാർ നടുങ്ങിപ്പോയി. തന്റെ ജീവിതം തകർത്ത മനുഷ്യാധമന്മാരോടുള്ള കടുത്ത കോപം യക്ഷിയിൽ ആറി തണുത്തിട്ടില്ല. പുരുഷന്മാരോട് പക വീട്ടാനുള്ള ഭ്രാന്തമായ ആവേശമാണ് യക്ഷിക്കുള്ളത്. അതൊരിക്കലും തീരില്ല, ജോത്സ്യൻ പറഞ്ഞു. ഈ യക്ഷിയുടെ പ്രതികാരം അടക്കുവാൻ എന്താണ് ജോത്സ്യരെ ഒരു മാർഗം? പ്രശ്നത്തിൽ ഒരു വഴിയും കാണുന്നില്ല, നാട്ടുകാരിൽ ചിലർ തിരക്കി. ജോത്സ്യൻ വീണ്ടും കവടി നിരത്തി ഗണിച്ചു. എന്തോ ചില കണക്കുകൂട്ടലുകൾ നടത്തിയ ശേഷം പറഞ്ഞു, സുഗന്ധി ഒരു പ്രതികാര മൂർത്തിയായി മാറിയിരിക്കുകയാണ്. അവളുടെ ആത്മാവ് ഇരിപ്പിടമില്ലാതെ അലയുന്നു. തന്റെ കുടുംബക്കാർ ചെയ്ത പാപത്തിന്റെ പരിഹാരം കണ്ടാൽ മാത്രമേ യക്ഷിയെ നിലയ്ക്ക് നിർത്താനാകൂ. അതിന് കാര്യമായ ഒരു മന്ത്രവാദം നടത്തേണ്ടി വരും. ചെമ്പകരാമനുമായി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ നടത്താമെന്ന് നാട്ടുപ്രമാണി അറിയിച്ചതോടെ ജനം പിരിഞ്ഞുപോയി. ജോത്സ്യൻ പറഞ്ഞ പ്രകാരം നാട്ടുപ്രമാണി ചെമ്പകരാമനെ അറിയിച്ചു. എന്നിട്ട് പ്രശ്നചാർത്ത് ഏൽപ്പിച്ചു. അന്ന് രാത്രി ചെമ്പകരാമന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സുഗന്ധി തന്റെ മകളാണെങ്കിലും താൻ അവളോട് ചെയ്ത കൊടും ക്രൂരത അവൾ പൊറുക്കില്ല. അവളുടെ പ്രതികാരത്തിന് താനും ഇരയാകും. ആ ചിന്ത വന്നതും അയാൾ കിടക്കയിൽ എണീറ്റിരുന്നു. എന്തു പറ്റി? ചെമ്പകരാമന്റെ പാരവശ്യം കണ്ട് ഉറക്കമുണർന്ന സരോജാദേവി ചോദിച്ചു. കുറച്ച് വെള്ളം. സരോജാദേവി വെള്ളം നിറച്ച കൂജയെടുത്ത് ഭർത്താവിന് നൽകി. കൂജയിലേക്ക് നോക്കിയ ചെമ്പകരാമൻ ഞെട്ടിപ്പോയി. വെള്ളത്തിനു പകരം കൂജയിൽ ചോര. ഓ! ഭയത്തോടെ അയാൾ കൂജ തറയിലേക്കിട്ടു. അതുടഞ്ഞുപോയി. മുറി നിറയെ ചോര പടർന്നു. ആ ചോരയ്ക്കുള്ളിൽ പൊട്ടിച്ചിരിക്കുന്ന സുഗന്ധിയുടെ മുഖം കണ്ട് അവർ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആ പൈശാചിക രൂപം മാഞ്ഞു. തറയിലെ ചോരയും അവിടെ ഒഴുകി പടർന്ന വെള്ളം മാത്രം. എന്താണെന്റെ ഈശ്വരന്മാരെ ഇതൊക്കെ? സരോജാദേവി അറിയാതെ പറഞ്ഞുപോയി. നാളെ തന്നെ കുഞ്ചുവിനെയും കാര്യസ്ഥൻ കോമക്കുറുപ്പിനെയും മന്ത്രവാദിയുടെ അടുത്തേക്ക് അയക്കണം, ആരോടുന്നില്ലാതെ ചെമ്പകരാമൻ പറഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. സരോജാദേവി ഉറക്കത്തിലാണ്. ചെമ്പകരാമൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. വിളറിയ ചന്ദ്രികയിൽ ആ പ്രദേശമാകെ മനോഹരമായിരുന്നു. പെട്ടെന്ന് താഴെ നിന്നൊരു നിലവിളി കേട്ടു. അയ്യോ! സരോജയുടെ ശബ്ദമാണല്ലോ. ചെമ്പകരാമൻ താഴേക്ക് ഓടി. വീണ്ടും ആ നിലവിളി. കുളക്കടവിൽ നിന്നാണ് അത് കേട്ടതെന്ന് അയാൾക്ക് വ്യക്തമായി. എല്ലാം മറന്ന് ചെമ്പകരാമൻ കുളക്കടവിലേക്ക് ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. നിലയില്ലാത്ത വെള്ളത്തിൽ പൊങ്ങിത്താഴുന്ന സരോജ. സരോജ! ചെമ്പകൻ അലറി വിളിച്ചു. എന്നെ രക്ഷിക്കൂ! സരോജ നിലവിളിച്ചു. എല്ലാം മറന്ന് ചെമ്പകൻ വെള്ളത്തിലേക്ക് ചാടി. പെട്ടെന്ന് സരോജ അപ്രത്യക്ഷയായി. പകരം സുഗന്ധി. നീ? അതെ, എന്റെ പ്രതികാരം അവസാനിക്കില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ മറഞ്ഞു. കരയ്ക്കു കയറാൻ ശ്രമിച്ച ചെമ്പകരാമന്റെ കാലിൽ പിടിച്ച് ആരോ വെള്ളത്തിലേക്ക് വലിച്ചു. അയാൾ മുങ്ങിപ്പോയി. പിന്നെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കുതറി ജലനിരപ്പിൽ വന്ന് ശ്വാസം കഴിച്ചു. വീണ്ടും വെള്ളത്തിലേക്ക് മുക്കി. പെട്ടെന്ന് കുളത്തിലെ വെള്ളത്തിന് ചുവപ്പ് നിറമായി. ചോരയുടെ രൂക്ഷഗന്ധം. ചെമ്പകരാമൻ തലയുയർത്താൻ ശ്രമിച്ചു. പക്ഷേ താഴേക്ക് ബലമായി പിടിച്ചു താഴ്ത്തുകയാണ്. ഒടുവിൽ ശ്വാസം മുട്ടി. കണ്ണുമിഴിച്ച് ചെമ്പകരാമന്റെ ശരീരം നിശ്ചലമായി. കുളക്കടവിൽ സുഗന്ധിയുടെ പൊട്ടിച്ചിരി മുഴങ്ങി. നാടുവാഴിയുടെ മരണം പ്രജകളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. നാട്ടുപ്രമാണിയും കാര്യസ്ഥനും മുഖത്തോട് മുഖം നോക്കി മരവിച്ചു നിന്നു. നമ്മുടെ തീരുമാനം അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ
അടുത്തത് നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും. കുഞ്ചു പറഞ്ഞത് കേട്ട് കാര്യസ്ഥനും വിറയ്ക്കാൻ തുടങ്ങി. അയാളാണ് സുഗന്ധിയും നിരഞ്ജനും തമ്മിലുള്ള ബന്ധം ചെമ്പകരാമന്റെ കാതിലെത്തിച്ചത്. തമ്പുരാന്റെ ശവദാഹം കഴിഞ്ഞാൽ ഉടനെ മാന്ത്രികനെ കൂട്ടിക്കൊണ്ടുവരണം. ഇനിയും താമസിച്ചാൽ. കുഞ്ചു പാതി വഴിയിൽ നിർത്തി കാര്യസ്ഥനെ നോക്കി. ആ മുഖത്ത് ഭീതി നിറയുന്നത് കുഞ്ചു കണ്ടു. ചെമ്പകരാമന്റെ ശവദാഹം കഴിഞ്ഞ് കാര്യസ്ഥൻ കോമക്കുറുപ്പ് മടങ്ങിയെത്തിയപ്പോൾ സായാഹ്നം കഴിഞ്ഞിരുന്നു. എന്താ ഇത്ര താമസിച്ചത്? പടിവാതിലിൽ കാത്തുനിന്ന ഭാര്യ വിശാലാക്ഷി ചോദിച്ചു. തമ്പുരാന്റെ ശവദാഹം കഴിഞ്ഞപ്പോൾ നേരം വൈകി. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. വരൂ, ആഹാരം എടുക്കാം. എനിക്കൊന്നും വേണ്ട വിശാലം. അതെന്താ? വിശപ്പില്ല. അച്ഛൻ വന്നോ? വിനോദിനി ഇറങ്ങി വന്നു. സുഗന്ധിയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു വിനോദിനി. അയാൾ മകളെ സാഗൂതം നോക്കി. എന്താ അച്ഛാ? മോളെ, സുഗന്ധി അച്ഛനെയും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല, ഭീതിയോടെ കുറുപ്പ് പറഞ്ഞു. അതിന് സുഗന്ധി ചേച്ചിയോട് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ സുഗന്ധിയും നിരഞ്ജനും തമ്മിലുള്ള ബന്ധം ആദ്യമായി തമ്പുരാനെ അറിയിച്ചത് ഞാനല്ലേ. അതിന്റെ പക അവൾക്ക് എന്നോട് കാണാതിരിക്കുവോ? സുഗന്ധി ചേച്ചി പാവമായിരുന്നു അച്ഛാ. എനിക്കറിയാം ചേച്ചിയെ. എൻ്റെ അച്ഛനെ ചേച്ചി ഒന്നും ചെയ്യില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീലകണ്ഠൻ തിരുമേനിയെ പോയി കാണുന്ന കാര്യം എന്തായി? വിശാലാക്ഷി തിരക്കി. നാളെ രാവിലെ തന്നെ ഞാനും കുഞ്ചുവും കാണിയങ്കാട്ട് മനയിലേക്ക് പുറപ്പെടുകയാ. തമ്പുരാട്ടി തന്ന ഒരു കുർമാനം കുഞ്ചുവിന്റെ കയ്യിലുണ്ട്. തമ്പുരാന്റെ നടക്കാതെ പോയ ആഗ്രഹം സാധിക്കണം. അല്പം പേടിയോടെയാണ് കുറുപ്പ് പറഞ്ഞത്. സുഗന്ധി എവിടെയെങ്കിലും മറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്നൊരു അപശകുനം പോലെ മുറ്റത്തു നിന്ന് അടയ്ക്കാമരം വട്ടം ഒടിഞ്ഞ് തെറിച്ചു വീണു. അയ്യോ സുഗന്ധി, അവളെല്ലാം അറിഞ്ഞു, ഭയാശങ്കയോടെ കുറുപ്പ് പറഞ്ഞു. അച്ഛന്റെ കാര്യം, ഇതൊക്കെ വെറുതെ തോന്നുന്നതാ. കാറ്റടിച്ചപ്പോ കേടുള്ള അടയ്ക്കാമരം ഒടിഞ്ഞു വീണു. അതിനും സുഗന്ധി ചേച്ചിക്ക് കുറ്റം. നേരെ മോളെ നീ പറഞ്ഞത്. എന്തു കണ്ടാലും ഇദ്ദേഹത്തിന് സുഗന്ധിയെയാണ് സംശയം. അല്പം ദേഷ്യത്തോടെയാണ് വിശാലാക്ഷി അത് പറഞ്ഞത്. ഭഗവാനെ കാത്തു രക്ഷിക്കണേ. ഭക്ഷണം കഴിക്കാതെ കുറുപ്പ് കിടപ്പറയിലേക്ക് പോയി. അയാൾ തനിച്ചാണ് കിടപ്പ്. വിശാലവും വിനോദിനിയും ഒരു മുറിയിലും. വിശാലാക്ഷി റാന്തലിന്റെ തിരി താഴ്ത്തി നിലത്ത് വിരിച്ച് പായയിലിരുന്ന് നാമം ജപിച്ചു. വിനോദിനി ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. പായ കണ്ട പെണ്ണിന് ഉറക്കം വരും. പിറുപിറുത്തുകൊണ്ട് വിശാലാക്ഷിയും കിടന്നു. സമയം ഇഴഞ്ഞുപോയി. വിനോദിനി, ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. ജനാലയുടെ പുറത്ത് വരാന്തയിൽ നിൽക്കുന്ന സുഗന്ധി അവളെ കണ്ട് പുഞ്ചിരിച്ചു. വരൂ. സുഗന്ധി വിളിച്ചതും സ്വപ്നാടകയെപ്പോലെ വിനോദിനി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്താ ചേച്ചി? നിന്റെ അച്ഛൻ നാളെ കാണിയങ്കോട്ട മലയിലേക്ക് പോവുകയാണ്, നീലകണ്ഠൻ നമ്പൂതിരിയെ കാണാൻ. കൂടെ ആ കുഞ്ചുവുമുണ്ട്. സുഗന്ധിയുടെ കണ്ണിൽ നിന്നും തീ പാറുന്നതുപോലെ വിനോദിനിക്ക് തോന്നി. അതിന് ഞാൻ എന്ത് വേണമെന്നാണ് ചേച്ചി പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട. പക്ഷേ നാളെ കുറുപ്പ് മന്ത്രവാദിയെ കാണാൻ പോകരുത്. അതിനെന്താ ചേച്ചി ഒരു മാർഗം? നിഷ്കളങ്കയെ പോലെ വിനോദിനി തിരക്കി. നിന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ കുറുപ്പിന്റെ യാത്ര മുടങ്ങും. ഏ? വിനോദിനി ഞെട്ടിപ്പോയി. അയാളെ ഞാൻ അവസാനമേ കൊല്ലൂ. നരകയാതന അനുഭവിച്ചു വേണം കുറുപ്പ് മരിക്കാൻ. ചേച്ചി? അതെ, പക്ഷേ ഞാനിപ്പോൾ നിന്റെ ചേച്ചിയല്ല, പ്രതികാര ദുർഗയായ ഒരു യക്ഷിയാണ്. എന്റെ പക തീരണമെങ്കിൽ നിന്റെ കുടുംബം മുഴുവൻ ഇല്ലാതാകണം. സുഗന്ധിയുടെ കണ്ണുകൾ ചോരക്കട്ട പോലെ ചുവന്നു. കണ്ണിൽ നിന്നും ചോര ഒഴുകുന്നത് കണ്ട് വിനോദിനി നിലവിളിച്ചു. സുഗന്ധിയുടെ കൈവിരലുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. വിനോദിനി ഇറ്റുശ്വാസത്തിനായി പുളഞ്ഞു. വിനോദിയുടെ ശവശരീരത്തിൽ വീണ് പൊട്ടിക്കരയുന്ന കോമക്കുറുപ്പിനെയും വിശാലക്ഷിയെയും ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. തന്നോടൊപ്പം ഉറങ്ങാൻ കിടന്ന മകളുടെ വിറങ്ങലിച്ച ശവശരീരം രാവിലെ പടിപ്പുരവാതിലിൽ കിടക്കുന്നത് കണ്ടത് വിശാലാക്ഷിയാണ്. അതോടെ ആ സ്വാതിനി ബോധം കെട്ടു വീണു. എല്ലാവർക്കും ഒരു കാര്യത്തിൽ അഭിപ്രായം ഒന്നു തന്നെയായിരുന്നു. വിനോദിനിയെ കൊന്നത് സുഗന്ധിയല്ലാതെ മറ്റാരുമല്ല. കുറുപ്പും കുഞ്ചുവും മന്ത്രവാദിയെ കാണാൻ പോകുന്ന വിവരം അവൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിന്റെ പ്രതികാരമാണിത്. എന്തു വന്നാലും മന്ത്രവാദിയെ കൊണ്ടുവന്നേ താൻ അടങ്ങൂ, കുഞ്ചു ഉറപ്പിച്ചു. അതിന് തന്റെ ജീവിതം ബലി കഴിക്കേണ്ടി വന്നാലും തരക്കേടില്ല, അയാൾ മനസ്സിലോർത്തു.
മകൾ മരിച്ച കുറുപ്പിന്റെ മാനസികാവസ്ഥയും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. തന്റെ ഗതി ഇനിയൊരച്ഛനും ഉണ്ടാകരുത്. സുഗന്ധി എന്ന രക്തയക്ഷിയെ തളയ്ക്കാതെ തനിക്കിനി വിശ്രമമില്ല. ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ അവളെ കുടിയിരുത്തണം. അത് ആ കാളീക്ഷേത്രത്തിൽ തന്നെ ആകുന്നതാണ് നല്ലത്. നാട്ടുപ്രമാണിയുടെ തീരുമാനം ദേശക്കാർക്കും സമ്മതമായിരുന്നു. പക്ഷേ മാന്ത്രികന് ദൂതുമായി പോകാൻ ആരെയും സുഗന്ധി സമ്മതിക്കില്ല. അതിന് തുനിഞ്ഞാൽ ദുർമരണമായിരിക്കും ഫലം. ഇനി എന്താണ് ഇതിനൊരു പോംവഴി? ജ്യോത്സ്യർക്കൊപ്പം കുഞ്ചുവും കുറുപ്പും തലപുകഞ്ഞാലോചിച്ചു. ഞാനൊരു വഴിയെ കാണുന്നുള്ളൂ, ഒടുവിൽ ജ്യോത്സ്യൻ പറഞ്ഞു. എന്താ ജ്യോത്സ്യരെ? ദേശക്കാർ ഏകസ്വരത്തിൽ ചോദിച്ചു. സുഗന്ധിയുമായി രക്തബന്ധമുള്ള ആരെങ്കിലും മനയിലേക്ക് പോകട്ടെ. അതിനിപ്പോ അങ്ങനെ പോകാൻ ആരാണുള്ളത്? കുറുപ്പ് സംശയം പ്രകടിപ്പിച്ചു. ഞാൻ പോകാം. ആളുകൾക്കിടയിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ദേവരാജൻ. കോമക്കുറുപ്പിന്റെ അധരം മന്ത്രിച്ചു. ചെമ്പകരാമന്റെ ഇളയ മകൻ, സുഗന്ധവല്ലിയുടെ സഹോദരൻ ദേവരാജൻ. ഞാൻ പോയി മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവരാം. ദേവരാജന്റെ വാക്കുകൾ എല്ലാവരിലും ആവേശമുണ്ടാക്കി. തനിച്ചു പോകണ്ട, ഞാനോ കുറുപ്പോ വരാം, നാട്ടുപ്രമാണി പറഞ്ഞു. ആരും വരണ്ട, മന്ത്രവാദിക്കുള്ള ജ്യോത്സ്യന്റെ കുറുമാനം മാത്രം തന്നാ മതി, ദേവരാജൻ പറഞ്ഞു. സുഗന്ധിയുടെ നേരനുജനായ ദേവരാജനെ അവൾ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു ജ്യോത്സ്യരടക്കമുള്ള ആളുകളുടെ വിശ്വാസം. അതിനു കാരണമുണ്ട്. സുഗന്ധിക്ക് ദേവരാജനെ ജീവനേക്കാളേറെ ഇഷ്ടമായിരുന്നു. ഇന്നു തന്നെ ഞാൻ അടുത്ത ദേശത്തേക്ക് പോകാം. രാത്രി വേണ്ട, പുലർച്ചെ പുറപ്പെട്ടാൽ വൈകു മുമ്പ് കാണിയങ്കാട്ടുമനയിൽ എത്തിച്ചേരാം, കുഞ്ചു പറഞ്ഞു. ഞാനും വരാം. അങ്ങയ്ക്കൊപ്പം എനിക്ക് പേടിയൊന്നുമില്ല, കോമക്കുറുപ്പ് പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കുറുപ്പ് കൂടി പോരട്ടെ എന്ന് ദേവരാജന് സമ്മതിക്കേണ്ടി വന്നു. യോഗം പിരിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. രാത്രി ദേവരാജന് ഉറക്കം വന്നില്ല. തന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ച സുഗന്ധി ചേച്ചി ഇന്ന് നാട്ടുകാർ ഭയക്കുന്ന യക്ഷിയായിരിക്കുന്നു. ചേച്ചിയെ രക്ഷിക്കാൻ തനിക്കും കഴിഞ്ഞില്ല. അച്ഛനെ തനിക്കും പേടിയായിരുന്നു. ഒരാളെങ്കിലും ചേച്ചിയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നിരഞ്ജനും ചേച്ചിയും ദുർമരണപ്പെടില്ലായിരുന്നു. നിരാശയോടെ ദേവരാജൻ ഓർത്തു. ചേച്ചിയുടെ ആത്മാവിനെയെങ്കിലും തനിക്ക് രക്ഷിക്കണം. ഇനിയും ഗതി കിട്ടാതെ അത് അലഞ്ഞു നടക്കരുത്. പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ കോമക്കുറുപ്പ് കൊട്ടാരത്തിലെത്തി. ദേവരാജൻ യാത്രയ്ക്ക് തയ്യാറായി അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. പോയി വാ മോനെ, സരോജാദേവി മകനെ അനുഗ്രഹിച്ചയച്ചു. ദേവരാജനും കോമക്കുറുപ്പും കാളവണ്ടിയിൽ കയറി. കുറുപ്പായിരുന്നു വണ്ടി നിയന്ത്രിച്ചിരുന്നത്. വണ്ടിയുടെ ഉടമസ്ഥന് അവർക്കൊപ്പം പോകാൻ ഭയമായതുകൊണ്ടാണ് അത് കുറുപ്പിനെ ഏൽപ്പിച്ചത്. കാളവണ്ടി അവരെ വഹിച്ചുകൊണ്ട് കാട്ടിനുള്ളിലെ വഴിയിലൂടെ അടുത്ത ദേശം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. സമയം ഉച്ചയോടടുത്തപ്പോൾ അവർ കയ്യിൽ കരുതിയിരുന്ന ആഹാരം കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചു. കുറുപ്പിന് പേടി തോന്നുന്നുണ്ടോ? ദേവരാജൻ ചോദിച്ചു. ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. കുഞ്ഞിനെയും സുഗന്ധി മോളെയും അവളുടെ കൈകൊണ്ട് മരിച്ചാൽ അതൊരു പുണ്യമായി ഞാൻ കരുതും. എൻ്റെ വിനോദിനി. സ്വന്തം മകളുടെ ഓർമ്മയിൽ കുറുപ്പിന്റെ തൊണ്ടയിടറി. കുറുപ്പ് ചാട്ട കയ്യിലെടുത്തു. കാള മുന്നോട്ട് കുതിച്ചു. സായാഹ്നത്തോടെ അവർ പേരു കേട്ട കാടിയങ്കാട്ട് ഇല്ലത്ത് എത്തിച്ചേർന്നു. ആരാ? എവിടുന്നാ? കാര്യസ്ഥൻ കുട്ടിശങ്കരൻ അവരുടെ അടുത്തേക്ക് വന്നു. കോമക്കുറുപ്പ് തങ്ങളുടെ ആഗമനോദ്ദേശം അവരെ അറിയിച്ചു. അകത്തേക്ക് വരിക. കുട്ടിശങ്കരൻ അവരെ അകത്തേക്ക് അനയിച്ചു. മഹാമന്ത്രികൻ നീലകണ്ഠൻ നമ്പൂതിരിയെ കണ്ട് അവർ വണങ്ങി. പിന്നെ അമ്മ തന്നയച്ച കുറുമാനവും ജ്യോത്സ്യന്റെ പ്രശ്നചാർത്തും ഏൽപ്പിച്ചു. ചെമ്പകരാമന്റെ മകനാണല്ലേ? നമ്പൂതിരി തിരക്കി. അതെ, വിനയത്തോടെ അവൻ പറഞ്ഞു. ചെമ്പകന്റെ ദുർമരണം ഞാൻ അറിഞ്ഞു. ആരെങ്കിലും വരുന്നതും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു ഞാൻ. ദേവരാജനും കുറുപ്പും മുഖത്തോട് മുഖം നോക്കി. ദേശക്കാർ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. തിരുമേനിയെ കാണാൻ അച്ഛൻ കാര്യസ്ഥൻ കുറുപ്പിനെയും നാട്ടുപ്രമാണി കുഞ്ചുവിനെയും ഇങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞ് അന്നു തന്നെ അച്ഛനെ അവൾ... ദേവരാജൻ നിർത്തി. അതിനുശേഷം അങ്ങയെ കാണാൻ തീരുമാനിച്ച എൻ്റെ മകളെ കൊന്നവൾ യാത്ര മുടക്കി, കുറുപ്പ് ഗദ്ഗദത്തോടെ പറഞ്ഞു. ജ്യോത്സ്യം പറഞ്ഞത് സുഗന്ധിയെ കുടിയിരുത്തണമെന്നാണ്. അതിനു പറ്റിയ സ്ഥലവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാളീക്ഷേത്രം. ദേവരാജൻ നമ്പൂതിരിയെ നോക്കി. നീണ്ട താടി ഒഴിഞ്ഞുകൊണ്ട് ചിന്തിച്ചിരിക്കുകയായിരുന്നു നീലകണ്ഠൻ നമ്പൂതിരി. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? അവളെ പെട്ടെന്നൊന്നും ആവാഹിക്കാൻ പറ്റില്ല. ബ്രഹ്മരക്ഷസായി മാറിയിരിക്കുന്നു സുഗന്ധി. പോംവഴികളൊന്നുമില്ലേ തിരുമേനി? ഉദ്യോഗത്തോടെ ദേവരാജൻ ചോദിച്ചു.
കർക്കിടകത്തിലെ കറുത്ത വാവിന്റെ അന്ന് അവൾക്ക് ശക്തി കുറയും. അന്ന് ആവാഹന കർമ്മം നടത്തിയാൽ ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശം സാധിച്ചേക്കാം. കറുത്ത വാവിന് ഇനിയും ഒരാഴ്ച കൂടി ഉണ്ടല്ലോ തിരുമേനി. അതുവരെ കോമക്കുറുപ്പ് പറഞ്ഞു വന്നത് പെട്ടെന്ന് നിർത്തി. എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ. അതുവരെ അവളെ എങ്ങനെ നശീകരണത്തിൽ നിന്ന് തടയും എന്നല്ലേ കുറുപ്പ് പറയാൻ വന്നത്? അതേ എന്ന അർത്ഥത്തിൽ അയാൾ തലയിളക്കി. ബ്രഹ്മരക്ഷസിന്റെ പ്രതികാരത്തിന് നിങ്ങൾ ദേശക്കാരെ രക്ഷിക്കാൻ ഞാൻ പെട്ടെന്നൊരു ഉപായവും കാണുന്നില്ല. കറുത്തവാവിന്റെ അന്ന് സായാഹ്നത്തിൽ ഞാൻ നിങ്ങളുടെ ദേശത്തെത്താം. അവിടെ ഒരു മന്ത്രവാദനം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ചാർത്ത് കാര്യസ്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. പിന്നെ ഒരു കാര്യം, രാത്രി മടങ്ങണ്ട, ഇനി രാവിലെ പോയാ മതി. അങ്ങയുടെ ഇഷ്ടം. കാര്യസ്ഥൻ കുട്ടിശങ്കരൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. കേരളത്തിലെ കറുത്ത വാവിന്റെ അന്ന് സായാഹ്നത്തിൽ കാണിയങ്കാട്ടു മനയിലെ മാന്ത്രികൻ നീലകണ്ഠൻ നമ്പൂതിരി ഒരു പരികർമ്മയോടൊപ്പം ആ ദേശത്തെത്തി. പെട്ടെന്ന് ശക്തിയായ കാറ്റും മഴയും ഉണ്ടായി. കാതിടിപ്പിക്കുന്ന ഇടിയും മിന്നലും. മഴ നനഞ്ഞുകൊണ്ട് തിരുമേനി മുന്നോട്ട് നടന്നു. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന കുഞ്ചുവും കാര്യസ്ഥൻ കോമക്കുറുപ്പും ദേവരാജനും മറ്റു ദേശനിവാസികളും തിരുമേനിയെ സ്വീകരിച്ചു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലേ? അതേ തിരുമനസേ. എങ്കിൽ മാന്ത്രിക കളത്തിലേക്ക് പോകാം. അടിയന്റെ വീടിന്റെ മുന്നിലാണ് കളം, കുഞ്ചു പറഞ്ഞു. കോരി ചൊരിയുന്ന മഴയും കാറ്റും വകവയ്ക്കാതെ തിരുമേനി നടന്നു. പിന്നാലെ മറ്റുള്ളവരും. നീ പ്രകൃതിയെ കൂട്ടുപിടിച്ച് നമ്മുടെ കർമ്മം തടയാൻ ശ്രമിച്ചാലും പിന്തിരിയുകയില്ല ഈ നീലകണ്ഠൻ. തിരുമേനി മനസ്സിൽ ഒന്നു രണ്ടാവർത്തി ഉരുവിട്ടു. കാറ്റിന്റെയും മഴയുടെയും ശക്തി കുറഞ്ഞു. കുഞ്ചുവിന്റെ പടിപ്പുരയിൽ അവരെത്തി. പെട്ടെന്ന് അകത്തു നിന്നും ഒരു നിലവിളി ഉയർന്നു. വീട്ടിനുള്ളിൽ നിന്നും നിലവിളി കേട്ട് കുഞ്ചു അകത്തേക്ക് ഓടി. അമ്പരന്ന് നിന്ന കോമക്കുറുപ്പും പിന്നാലെ പാഞ്ഞു. നീലകണ്ഠൻ നമ്പൂതിരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നിന്റെ വിദ്യകളൊന്നും എന്റെ അടുക്കിൽ നടക്കില്ല സുഗന്ധി. എന്താ? ആരാ നിലവിളിച്ചത്? പരിഭ്രമത്തോടെ കുഞ്ചു ഭാര്യയോട് തിരക്കി. നമ്മുടെ മോളാ. അവൾക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എന്തോ ഒരു മാറ്റം. കണ്ണു തുടച്ചുകൊണ്ട് രുക്മിണിയമ്മ പറഞ്ഞു. മോളെ ആര്യേ? കുഞ്ചു മുറിയിലേക്ക് കയറി. എന്റെ അടുത്തേക്ക് വരരുത്. ഭിത്തിയിൽ ചാരിയിരിക്കുകയായിരുന്ന ആര്യ പാമ്പു ചീറ്റുന്നത് പോലെ പറഞ്ഞു. മോളെ, ഇത് നിന്റെ അച്ഛനാണ്. നെഞ്ചു തകർന്ന കുഞ്ചു പറഞ്ഞു. നിങ്ങൾ എന്റെ അച്ഛനല്ല, അന്തകനാണ്, അന്തകൻ. അവൾ ആക്രോശിച്ചു. ആ കണ്ണുകൾ തീക്കട്ട പോലെ ചുവന്നിരുന്നു. കുറുപ്പേ, എന്റെ മോൾ. പിന്നിൽ നിന്ന കുറുപ്പിന്റെ തോളിലേക്ക് കുഞ്ചു തളർന്നു വീണു. കുറുപ്പിന് വിനോദിനിയെ ഓർമ്മ വന്നു. അതേ പ്രായമാണ് ആര്യയ്ക്കും. അങ്ങൊന്ന് സമാധാനപ്പെട്. തിരുമേനി വന്നല്ലോ, ഒരു പരിഹാരം കാണാതെ വരില്ല. കുറുപ്പ് ആശ്വസിപ്പിച്ചു. നീലകണ്ഠൻ നമ്പൂതിരി മന്ത്രവാദ കളത്തിലെത്തി. പരികർമ്മിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. കുഞ്ചുവും കാര്യസ്ഥൻ കുറുപ്പും ദേവരാജനും മറ്റുള്ളവരും മാന്ത്രിക കളത്തിന് അരികിലേക്ക് വന്നു. എന്താ കുറുപ്പേ പ്രശ്നം? നമ്പൂതിരി ചോദിച്ചു. തിരുമേനി, എന്റെ മോൾ. ഭയപ്പെടേണ്ട എന്ന് തിരുമേനി ആംഗ്യം കാണിച്ചു. പിന്നെ കളത്തിനരികിൽ ചമ്മരം പടിഞ്ഞിരുന്നു. ചുറ്റും ദീപങ്ങൾ തിളങ്ങി. അഗ്നികുണ്ഡം എരിഞ്ഞു. നാട്ടുകാരും നാട്ടുപ്രമാണിമാരും ഒരു ഉത്സവം ആഘോഷിക്കുന്ന ചുറുചുറുക്കോടെ ഒരുങ്ങി നിന്നു. കറുത്ത വാവും വെള്ളിയാഴ്ചയായിരുന്നു അന്ന്. പിതൃക്കൾക്ക് ബലിയിടുന്ന ദിവസം. രക്ഷസുകൾക്ക് അന്ന് ശക്തി കുറയുമെന്ന് തിരുമേനിക്ക് അറിയാമായിരുന്നു. പക്ഷേ സുഗന്ധി ബുദ്ധിമതിയാണ്. അവൾ ആരിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാധ ഒഴിപ്പിക്കാൻ താൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. കുഞ്ചു, മകളെ കളത്തിൽ കൊണ്ടുവന്നിരുത്തു, തിരുമേനി പറഞ്ഞു. കുഞ്ചു ഞെട്ടിപ്പോയി. തിരുമേനി, പേടിക്കണ്ട. സുഗന്ധി ഇപ്പോൾ ആര്യയുടെ ദേഹത്താണ്. പക്ഷേ അവൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. കുഞ്ചു ഞെട്ടി. വേഗം, തിരുമേനി കൽപ്പിച്ചു. കുറുപ്പും ദേവരാജനും കുഞ്ചുവിനോടൊപ്പം അകത്തേക്ക് ചെന്നു. മോളെ, തിരുമേനി വിളിക്കുന്നു. ഞാൻ വരില്ല, അവൾ അലറി. ദേവരാജനും കുറുപ്പും കുഞ്ചുവും ചേർന്ന് അവളെ പിടിച്ചു വലിച്ച് ബലമായി കളത്തിൽ കൊണ്ടുവന്നിരുത്തി. അടങ്ങിയിരിക്ക്, തിരുമേനി ആജ്ഞാപിച്ചു. രക്ഷിയെ ആവാഹിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മന്ത്രവാദത്തിന്റെ ശക്തി നാട്ടുകാർക്ക് തികച്ചും ബോധ്യമായത് അന്നാണ്. ആരിയിൽ നിന്നും സുഗന്ധിയുടെ ആത്മാവിനെ മോചിപ്പിച്ച ശേഷം വേണം ആവാഹനം നടത്താൻ. മന്ത്രവാദി തന്റെ കഴിവ് മുഴുവൻ പ്രയോഗിച്ചുകൊണ്ടുള്ള മന്ത്രോച്ചാരണങ്ങൾ നടത്തി. പക്ഷേ കീഴടങ്ങാൻ രക്ഷി തയ്യാറായില്ല. നീലകണ്ഠൻ തിരുമേനി വലിച്ചെറിഞ്ഞ പൂജാദ്രവ്യങ്ങൾ അഗ്നികുണ്ഡത്തിൽ ആളിക്കത്തി.
ജനം പരിഭ്രാന്തരായി നോക്കി നിന്നു. യക്ഷിയെ ആവാഹിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമൊന്നും ഫലിച്ചില്ല. ഒടുവിൽ സുഗന്ധി മഹാമാന്ത്രികൻ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രത്യേകമായി തയ്യാറാക്കിയ തടിപ്രതിമയിൽ അവളെ ആവാഹിച്ചു. മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രതിമയായിരുന്നു അത്. കൊടുങ്കാറ്റും പേമാരിയും അവസാനിച്ചു. ബോധം കെട്ടു വീണ ആര്യയെ കുറുപ്പും ദേവരാജനും എടുത്ത് അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. ആ പാവയുടെ ശിരസിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നീലകണ്ഠൻ നമ്പൂതിരി ഇരുമ്പാണി അടിച്ചു കയറ്റി. യക്ഷിയുടെ ദീനമായൊരു നിലവിളി ആ പരിസരത്തെ മുഴുവൻ നടുക്കി. ഇനി ഇവളെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം, അതും ഈ രാത്രി തന്നെ വേണം, തിരുമേനി പറഞ്ഞു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവർ കാളീക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. യക്ഷിയെ ആവാഹിച്ച തടിപ്രതിമ കാളി വിഗ്രഹത്തിനടുത്തായി 2 അടി താഴ്ചയിൽ കുഴിച്ചിട്ടു. അതിനു മുകളിലായി 3 അടി സമചതുരത്തിൽ കല്ലുകൊണ്ട് ഒരു തറ കെട്ടിയുണ്ടാക്കി. ആ പീഠത്തിൽ ഒരു പാറക്കഷ്ണം പ്രത്യേക പൂജയോടെ പ്രതിഷ്ഠിച്ചു. അത് യക്ഷിയാണെന്ന് സങ്കല്പിക്കുന്ന ഒരു വിഗ്രഹമായിരുന്നു. അന്നു മുതൽ കാളിദേവിക്കൊപ്പം യക്ഷിയെ ഘോരരൂപിണിയും ക്ഷിപ്രകോപിയുമായ ഒരു ദേവതയായി നാട്ടുകാർ പൂജിക്കാൻ തുടങ്ങി. ശിവശങ്കരപ്പണിക്കർ പറഞ്ഞു നിർത്തി. രാമഭദ്രൻ ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. പുരുഷവിരോധിയായ അവൾ എന്തുകൊണ്ട് എന്നെ വെറുതെ വിട്ടു? എനിക്കറിയില്ല മോനെ. അവൾ എങ്ങനെ മന്ത്രവാദിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതയായി? വർഷങ്ങളായി ആളുകൾ മറന്നു തുടങ്ങിയ സംഭവമായിരുന്നു അത്. ചിലപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന യക്ഷിയെ ആവാഹിച്ച ആ മരപ്പാവ നശിച്ചു പോയിരിക്കാം. അതൊരിക്കലും സംഭവിക്കില്ല. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എങ്കിൽ ആ ചിത്രത്തിനൊപ്പമായിരിക്കും അവൾ എൻ്റെ ഒപ്പം വന്നത്. പണിക്കർ പറഞ്ഞ കഥയിലെ രംഗങ്ങൾ ഓർത്തുകൊണ്ട് രാമഭദ്രൻ പറഞ്ഞു. മന്ത്രവാദിയുടെ ബന്ധനത്തിൽ നിന്നും മോചിതയാകാതെ അവൾ എങ്ങനെ ചിത്രത്തിൽ കുടിയിരിക്കും? ശിവശങ്കര പണിക്കർ കാട് കയറി മൂടിക്കിടന്ന കാളീക്ഷേത്രത്തിന് ചുറ്റും നടന്നു. പുല്ലിനുള്ളിൽ മണ്ണിളകി കിടക്കുന്നത് കണ്ടു. പണിക്കർ അവിടെ കുത്തിയിരുന്ന് ഇളകിക്കിടക്കുന്ന മണ്ണ് മാറ്റി നോക്കി. തകർന്നു കിടക്കുന്ന ഒരു മരപ്പാവ. അതിന്റെ തലയിൽ അടിച്ചിരുന്ന ആണി തുരുമ്പെടുത്ത് നശിച്ചിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി, എണീറ്റു നിന്ന് പണിക്കർ പറഞ്ഞു. എന്താച്ചാ? ആടിനെ തീറ്റാൻ വന്ന കുട്ടികൾ ആരോ മണ്ണിൽ ഉയർന്നു വന്ന പാവ എടുത്തു നശിപ്പിച്ചു. അങ്ങനെ സുഗന്ധിയുടെ ആത്മാവ് വീണ്ടും മോചിതയായി. അവളുടെ പെയിന്റിങ്ങുമായി വന്ന് നിന്റെ കാറിന്റെ മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. ആ ചിത്രത്തിലേക്ക് അവൾ കുടിയേറി കാണും. ആകസ്മിക സംഭവങ്ങളാണെങ്കിലും ഇതിലെന്തോ നിയോഗമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, ആലോചനയോടെ പണിക്കർ പറഞ്ഞു. അച്ഛൻ ഉദ്ദേശിക്കുന്നത്? യാദൃശികമായി നീ വന്നതും കാളീക്ഷേത്രത്തിനും കഴുകങ്കാവിനും അടുത്തേക്ക്. അപ്പോൾ നിന്നെ താനാരാണെന്ന് അറിയിക്കാൻ അവൾ ഒരു ശ്രമം നടത്തിക്കാണും. അങ്ങനെയാണ് കഴുകങ്കാവിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം വീണ്ടും അരങ്ങേറിയത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് യാദൃശികമല്ല, നിയോഗമാണെന്ന്. അച്ഛൻ പറഞ്ഞതെല്ലാം വളരെ ശരിയാണെന്ന് രാമഭദ്രൻ തോന്നി. അവളിപ്പോൾ നിന്റെ പിന്നാലെയാണ്. അത് നമ്മുടെ കുടുംബത്തിൽ ദുരന്തങ്ങൾ മാത്രമേ അവശേഷിപ്പിക്കൂ. ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ദുർമരണം വരെ സംഭവിക്കാം. ഇതിൽ നിന്നും മോചനം നേടാൻ ഒരു വഴിയുമില്ല അച്ഛാ. അതിന് നല്ലൊരു മന്ത്രവാദിയെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കേണ്ടി വരും മോനെ. അങ്ങനെ ഒരാളെ നമ്മൾ ഇക്കാലത്ത് എവിടെ ചെന്ന് കണ്ടുപിടിക്കും അച്ഛാ? പഴയ കണിയക്കാട്ട് മനയുടെ ഇപ്പോഴത്തെ അവകാശി ജീവിച്ചിരിപ്പുണ്ട്. മാതൃക കുടുംബത്തിൽ ജനിച്ചവനും മന്ത്രതന്ത്രങ്ങൾ പഠിച്ചനുമായ അഗ്നിശർമ്മൻ നമ്പൂതിരി. പക്ഷേ ഇപ്പോൾ മന്ത്രവാദവും പൂജയും ഒന്നും ഇല്ലെന്നാ കേട്ടത്. ഈ നൂറ്റാണ്ടിൽ ആളുകൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലല്ലോ. നമുക്കൊന്ന് അഗ്നിശർമ്മനെ പോയി കണ്ടാലോ അച്ഛാ? ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം അദ്ദേഹത്തിന് അറിയാതെ വരുമോ? പഴങ്കഥകളൊക്കെ അദ്ദേഹവും കേട്ടിരിക്കുമല്ലോ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിനക്ക് കഴുകങ്കാവിലേക്ക് പോകേണ്ടേ? നേരം വൈകുന്നു. പോകാം, അച്ഛൻ കയറൂ. പണിക്കർ കാറിൽ കയറി. പിന്നാലെ രാമഭദ്രനും. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. കഴിഞ്ഞ രാത്രി താൻ സഞ്ചരിച്ച വഴി അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ മെയിൻ റോഡ് 2ആയി തിരിയുന്നിടത്ത് രാമഭദ്രൻ കാർ നിർത്തി. എന്താ? പണിക്കർ തിരക്കി. വലത്തേക്കാണോ ഇടത്തേക്കാണോ ഒരു സംശയം. സംശയിക്കാനൊന്നുമില്ല, ഇടത്തേക്ക്. രാമഭദ്രൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് കാർ തിരിച്ചു. ആടിയുലഞ്ഞ് അത് പതുക്കെ മുന്നോട്ട് നീങ്ങി. നിബിഡ വനങ്ങൾ നിറഞ്ഞ പ്രദേശം. കാട്ടുപൊന്തകൾക്കിടയിലൂടെ കാർ ഓടി. ഏതാണ്ട് 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയതും കാറിന്റെ മുന്നിലേക്ക് ഒരാൾ ചാടി വീണു. രാമഭദ്രൻ കാർ നിർത്തി. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാളായിരുന്നു അത്. വൃദ്ധനായ അയാൾക്ക് അല്പം കൂനുമുണ്ടായിരുന്നു. നിങ്ങൾ ആരാണ്? രാമഭദ്രൻ തല പുറത്തേക്കിട്ടു.
മുന്നോട്ട് പോകരുത്, അപകടം. അവൾ ഉയർത്തെണീറ്റു. ഭീതിയോടെ അയാൾ പറഞ്ഞു. ആര്? ഒന്നും അറിയാത്ത മട്ടിൽ രാമഭദ്രൻ തിരക്കി. സുഗന്ധവല്ലി, കഴുകങ്കാവിന്റെ അവകാശി. സുഗന്ധവല്ലിയോ? ആരാണവൾ? ഹഹഹാ, ഒന്നും അറിയില്ല അല്ലേ? ചമ്പകന്റെ മകൾ, ബ്രഹ്മരക്ഷസ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ കാട്ടുവാസി. അയാൾ പുകയിലെ കറ പിടിച്ച പല്ല് പുറത്ത് കാണിച്ച് ചിരിച്ചു. അയാളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ശിവശങ്കര പണിക്കർ. അച്ഛന് ഇയാളെ അറിയാമോ? ഇല്ല, ഞാൻ ആദ്യം കാണുകയാ. നമുക്ക് പോകാം. രാമഭദ്രൻ മുന്നോട്ടെടുത്തു. പോകരുത്, അപകടം. അയാൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഏതോ ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അല്ല, അയാൾക്ക് എല്ലാം അറിയാം. ഇന്നലെ നടന്ന സംഭവങ്ങൾ അയാൾ വ്യക്തമായി പറഞ്ഞില്ലേ? അപ്പോൾ ആളൊരു ദിവ്യനാണെന്നാണോ അച്ഛൻ പറയുന്നത്? അയാളിൽ എന്തോ രഹസ്യമുണ്ടെന്ന് മനസ്സ് പറയുന്നു. കാർ നിർത്തണോ അച്ഛാ? വേണ്ട, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. കാർ അര ഫർലോം കൂടി ഓടി. ഇവിടെയാണ് ആ സ്ഥലം. പണിക്കർ പറഞ്ഞതും രാമഭദ്രൻ കാർ നിർത്തി. കഴിഞ്ഞ രാത്രി ഒരു വാഹനം വന്നതിന്റെ ടയറടയാളം അയാൾ കണ്ടു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ രാമഭദ്രൻ അറിയാതെ ഞെട്ടിപ്പോയി. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടം. അത് നിറയെ കാട് പിടിച്ചു കിടക്കുകയാണ്. ചുറ്റും സർപ്പങ്ങളെ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ, കൂറ്റൻ കാട്ടുമരങ്ങൾ. കഴിഞ്ഞ രാത്രി ഇവിടെയാണ് താൻ വന്നതെന്ന് വിശ്വസിക്കാൻ രാമഭദ്രന് കഴിഞ്ഞില്ല. ഓലമേഞ്ഞ ഒരു പഴയ വീടായിരുന്നു താൻ കണ്ടത്. പക്ഷെ ഇപ്പോൾ... മോനെന്താ, ഞെട്ടിപ്പോയോ? ഇവിടെയാണ് സുഗന്ധിയും നിരഞ്ജനും താമസിച്ച കുടിലുണ്ടായിരുന്നത്. ചെമ്പകരാമന്റെ ആളുകൾ ഇവിടെ വെച്ചാണ് നിരഞ്ജനെ ക്രൂരമായി കൊന്നത്. അച്ഛൻ പറയുന്ന രംഗങ്ങൾ രാമഭദ്രന്റെ മനക്കണ്ണിൽ തെളിഞ്ഞു വന്നു. പക്ഷേ കഴിഞ്ഞ രാത്രി നിരഞ്ജൻ കൊല്ലപ്പെടുന്ന രംഗം സുഗന്ധി തനിക്ക് കാട്ടിത്തരാതിരുന്നത് എന്തുകൊണ്ടാണ്? ചെമ്പകന്റെ ഗുണ്ടകൾ അവളെ കൊല്ലാൻ ശ്രമിച്ചത് മാത്രമേ തനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ അതിനു പിന്നിലും എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടാവാം. കഴുകങ്കാവിന്റെ പ്രധാനപ്പെട്ട സ്ഥലവും ഇതുതന്നെ. രാത്രി കാട്ടിൽ വേട്ടയ്ക്ക് വന്ന പലരും ഇവിടെ നിന്ന് നിലവിളികളും പൊട്ടിക്കരച്ചിലും അലർച്ചയും കേട്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേട്ടക്കാർ പോലും ഇങ്ങോട്ട് വരാൻ പേടിക്കുന്നു. ആ സ്ഥലത്താണ് ഇന്നലെ രാത്രി നീ ഒറ്റയ്ക്ക് വന്നത്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം, പണിക്കർ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് രാമഭദ്രന് തോന്നി. കുറച്ചു കാലം ഗൾഫ് നാടുകളിലായിരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകളൊന്നും കേട്ടിരുന്നില്ല. കുട്ടിക്കാലത്ത് കേട്ട കഥകളൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ മുത്തശ്ശി കഥകളായി തള്ളിക്കളയുമായിരുന്നു. പക്ഷേ കൺമുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാതിരിക്കാൻ തക്ക മണ്ടനൊന്നുമല്ലല്ലോ താൻ. കഴിഞ്ഞ രാത്രി താനിവിടെ വന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് കാറിന്റെ ടയറടയാളം, ആളുകൾ നടന്നതുപോലെ ചവിട്ടി മെതിച്ചിട്ട പുല്ലുകൾ. ഓർത്തപ്പോൾ ശരീരത്തിലെ രോമം പിടഞ്ഞുണർന്നു. അപർണയുടെയും മോന്റെയും ഭാഗ്യം ഒന്നും സംഭവിക്കാതിരുന്നത്. അതോ സുഗന്ധിയുടെ കാരുണ്യമോ? കഴുകൻകാവിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നാളത്തെ ചടങ്ങിലുള്ള ബന്ധുക്കളൊക്കെ കുറച്ചു നേരം കഴിഞ്ഞാൽ എത്തിത്തുടങ്ങും. ഭക്ഷണം തയ്യാറാക്കുന്ന പാചകക്കാരും. അച്ഛാ, നമുക്ക് പോയാലോ? ആളുകളൊക്കെ എത്തിക്കാണും, പ്രത്യേകിച്ച് പാചകക്കാരും പന്തൽ പണിക്കാരും. ഞാനതങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു. ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. നീ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത് തന്നെ. അതുകൊണ്ട് മറ്റൊരു നേട്ടമുണ്ടായി. സുഗന്ധി എങ്ങനെ പുനർജനിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഇരുവരും കാറിൽ കയറി. നീ ഇവിടെ വീടും പുരയിടവും വാങ്ങിക്കുമ്പോൾ നമ്മൾ ബന്ധുക്കളായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ വീട് വാങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. കാറിൽ ഇരുന്നു കൊണ്ട് പണിക്കർ പറഞ്ഞു. അതെന്താച്ചാ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാളീക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അറിയുന്ന ആരും ആ സ്ഥലം വാങ്ങിക്കില്ലായിരുന്നല്ലോ. എനിക്ക് അന്നും ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് അച്ഛൻ അറിഞ്ഞുകൂടെ? അങ്ങനെ അടച്ചു പറയരുത് മോനെ. വിശ്വസിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇന്നലെ രാത്രി നിനക്കുണ്ടായ അനുഭവങ്ങൾ നീ വിശ്വസിക്കുന്നില്ലേ? രാമഭദ്രന് ഉത്തരം മുട്ടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന്, ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരും അത് കണ്ടിട്ടില്ല, അവിടെ പോയിട്ടുമില്ല. പക്ഷേ ആ ഗ്രഹങ്ങൾ അവിടെയുണ്ട്. അത് ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാര്യവും. നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാവുന്നില്ല. രാമഭദ്രന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാർ കാട്ടുവാസിയെ കണ്ടെത്തിയ സ്ഥലം പിന്നിട്ടു. രാമഭദ്രൻ കാർ നിർത്തി. എന്തിനാ കാർ നിർത്തിയത്? ആ കാട്ടുവാസിയെ നമ്മൾ ഇവിടെയല്ലേ കണ്ടത്? അയാൾ പുറത്തിറങ്ങി നോക്കി.
അവിടെ അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് പോയോ? ഈ ഭാഗത്തെങ്ങും കാട്ടുജാതിക്കാർ താമസിക്കുന്നില്ലെന്നാണ് എന്റെ അറിവ്, പണിക്കർ പറഞ്ഞു. പിന്നെ അവൻ ആരായിരിക്കും? നീ വണ്ടിയെടുക്ക്. രാമഭദ്രൻ കാറിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അത് മാനസിക നില തെറ്റിയ ആരെങ്കിലും ആയിരിക്കും, രാമഭദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിരിക്കും, ആലോചനയോടെ പണിക്കർ പറഞ്ഞു. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? അയാളെ കാണാതെ പോയത് കൊണ്ടാണോ? അതല്ല, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആലോചിക്കുകയായിരുന്നു. എന്തു പ്രത്യേകത? രാമഭദ്രൻ തലതിരിച്ച് പണിക്കരെ നോക്കി. 13-ാം തീയതി, പോരാത്തതിന് വെള്ളിയാഴ്ചയും പൗർണമിയും. ഒരു ശുഭകാര്യത്തിന് തീർത്തും യോജിക്കാത്ത ദിവസം. ഓ, അതച്ഛാ, നാളെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് എൻ്റെ ഓഫീസിലെ സുഹൃത്തുക്കൾക്കെല്ലാം പങ്കെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച തന്നെ ആക്കിയത്. പിന്നെ തീയതി 13 ആയതുകൊണ്ടും പൗർണമി രാവായതുകൊണ്ടും എന്തു കുഴപ്പം? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഒക്കെ അച്ഛൻ്റെ പേടിയാണ്. എനിക്കതിലൊന്നും. പെട്ടെന്ന് രാമഭദ്രൻ നിർത്തി. വെറുതെ അച്ഛനോട് തർക്കിക്കണ്ട. പഴയ ആൾ, പോരാത്തതിന് ജ്യോത്സ്യനും. എന്തു കാര്യം കണ്ടാലും ആ കണ്ണിലൂടെ മുക്കി കാണൂ. അതാണ് ജ്യോത്സ്യന്മാരുടെ കുഴപ്പം. കാർ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ മൊബൈൽ ശബ്ദിച്ചു. JP ആണ്. എന്താ? രാമഭദ്രൻ ഫോൺ എടുത്തു. ഞാൻ ഉടനെ എത്തും. നീ കാറുമായി റെയിൽവേ സ്റ്റേഷനിൽ വരണം, JP പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വരാം. അച്ഛാ, JP ആണ് വിളിച്ചത്. ഞാൻ പോയി അവനെ കൂട്ടിയിട്ട് വരാം, കോൾ കട്ടാക്കിയിട്ട് രാമഭദ്രൻ പറഞ്ഞു. വീട്ടുമുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ട് അപർണ ഇറങ്ങി വന്നു. ഓട്ടോയിൽ നിന്നും സാവിത്രി അമ്മയും പ്രദീപും ഭാമയും ഇറങ്ങി. അമ്മേ, ശ്വാസമുട്ടൽ കുറവുണ്ടോ? അപർണ ചെന്ന് അമ്മയെ സ്വീകരിച്ചു. ആ, അത് വന്നും പോയും ഇരിക്കും. രാമേട്ട എവിടെ ചേച്ചി? ടൗണിലേക്ക് പോയതാ JPയെ കൂട്ടാൻ. ഇപ്പോൾ എത്തും. നിങ്ങൾ വരൂ. അവർ അകത്തേക്ക് കയറി. അച്ഛൻ എന്തിയേ? അച്ഛൻ അപ്പുറത്ത് പന്തൽ കെട്ടുന്നവരുടെ അടുക്കലുണ്ട്. മോൻ എവിടെ ചേച്ചി? ഭാമ തിരക്കി. അച്ഛൻ്റെ അടുത്തുണ്ട്. 8 മണിയായപ്പോഴാണ് ജയപാൽ വന്നത്. ഹലോ രാമൻ. രാമഭദ്രനെ കണ്ടതും JP കെട്ടിപ്പുണർന്നു. നിന്റെ എക്സിബിഷനും പര്യടനവും ഒക്കെ കഴിഞ്ഞോ? ഒന്നും പറയണ്ട, എല്ലാം കഴിഞ്ഞു. ഒക്കെ വലിയ കഥകളാ. എന്നാ വന്ന് വണ്ടി കയറ്, ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. രാമ, ഞാൻ ട്രെയിൻ ഇറങ്ങി നേരെ നിന്റെ അടുക്കിലേക്കാ വന്നത്. വീട്ടിലോട്ട് വിളിച്ചു പോലുമില്ല, കാറിൽ കയറുന്നതിനിടയിൽ JP പറഞ്ഞു. വിളിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ വരുന്നതിന് മുമ്പ് വിളിച്ചു പറയാൻ ഭാര്യയും മക്കളും ഒന്നുമില്ലല്ലോ. എന്നാലും പ്രായമായ അമ്മയില്ലടാ. അമ്മയ്ക്ക് മകന്റെ സ്വഭാവം നന്നായി അറിയാമല്ലോ. കാട് 6 മാസം, നാട് 6 മാസം. കളിയാക്കൊന്നും വേണ്ട. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനോടാണ് നീ സംസാരിക്കുന്നത്. അത് ഞാൻ ഓർത്തില്ല, കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് രാമഭദ്രൻ പറഞ്ഞു. ഹൗസ് വാമിങ്ങിന്റെ ഒരുക്കം എവിടം വരെയായി? അവിടെ അപർണയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും വന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അച്ഛന്റെ കണ്ണുള്ളത് കൊണ്ട് എനിക്ക് വളരെ ആശ്വാസമുണ്ട്. 4 മണി മുതൽ ഞാൻ നിന്നെ ടൗണിൽ കാത്തു കിടക്കുകയാണ്, അറിയാമോ? ട്രാക്കിൽ ഒരു ഗുഡ്സ് കുടുങ്ങിയതുകൊണ്ട് ട്രെയിൻ ലേറ്റായി. അല്ലെങ്കിൽ 5 മണിക്ക് ഞാൻ എത്തേണ്ടതാ. ഹെഡ്ലൈറ്റിന്റെ പ്രകാശധാരയിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. എന്റെ ജയബാല, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ആരോടെങ്കിലും തുറന്നു പറയാമെന്ന് വെച്ചാൽ ആരുമൊട്ട് വിശ്വസിക്കുകയില്ല. രാമഭദ്രൻ മുഖവരിയിട്ടു. എന്താ നിന്റെ പ്രശ്നം? നമുക്ക് സോൾവ് ചെയ്യാമടാ. രാമഭദ്രൻ താൻ എക്സിബിഷൻ ഹാളിൽ നിന്നും അപൂർവമായ ആ പെയിന്റിംഗ് വാങ്ങിയതു മുതലുണ്ടായ ഓരോ സംഭവവും വള്ളി പുള്ളി തെറ്റാതെ ജയപാലിനോട് പറഞ്ഞു. അയാൾ ആകെ അമ്പരന്നിരിക്കുകയായിരുന്നു. നീ ആ പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. 100 വർഷം മുമ്പ് മരിച്ചുപോയവൾ അന്ന് അവളുടെ ശല്യം കാരണം ആവാഹിച്ച് കുടിയിരുത്തിയതാണ്. വീണ്ടും അവൾ പുനർജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ. 21-ാം നൂറ്റാണ്ടാണിത്, അത് മറക്കരുത്. ഞാൻ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് JP? അച്ഛനൊരു ജ്യോത്സ്യനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതാണിപ്പോൾ എൻ്റെ ഏക ആശ്വാസം. സുഗന്ധി, എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ രാമ, പുഞ്ചിരിച്ചുകൊണ്ട് JP പറഞ്ഞു. അവളെ കണ്ടതിന്റെ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗസ് വാമിങ് കഴിയുമ്പോഴേക്ക് എന്തൊക്കെ അനർത്ഥങ്ങളാണോ ഉണ്ടാവുക. ആവോ. ഏതായാലും നിന്നെ പേടിപ്പിച്ച ആ സുന്ദരിയുടെ അപൂർവ ചിത്രം എനിക്കൊന്നും കാണണം. 100 നൂറ്റാണ്ട് പഴക്കമുള്ള ചിത്രമല്ലേ, നല്ല വില കിട്ടാതിരിക്കില്ല. അത് ശരിയാണ്. പക്ഷേ എക്സിബിഷനിൽ അത് വിൽക്കാൻ വെച്ചവർക്ക് അതിന്റെ മൂല്യം അറിയാതെ പോയതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് വാങ്ങാൻ സാധിച്ചു.
അതോടെ ചിത്രത്തിലെ സുന്ദരി എന്റെ കൂടെ പോന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. യക്ഷിയാണെങ്കിലും സുന്ദരിയായ പെണ്ണ് കൂട്ടിനുള്ളത് നല്ലതാ. ഭാര്യ പോലും അറിയാതെ അവള് വന്ന് കൂടെ കിടന്ന്. രാമൻ പറഞ്ഞ കഥകൾ ഓർത്ത് JP പെട്ടെന്ന് നിർത്തി. എനിക്കറിയാം നീ കളിയാക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് നീ ഇപ്പോഴും 100% വിശ്വസിച്ചിട്ടില്ല. അല്പ നീരസത്തോടെ രാമഭദ്രൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിവില്ലാതെ എങ്ങനെയാ രാമ വിശ്വസിക്കുന്നത്? നീ വീട്ടിലേക്കല്ലേ, ധാരാളം തെളിവുകൾ നിനക്ക് കിട്ടും, എനിക്ക് ഉറപ്പാ. കാർ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ കാളി ക്ഷേത്രത്തിനടുത്തെത്തി. രാമഭദ്രൻ കാർ നിർത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഇവിടുന്നാണ് അവളെന്റെ കാറിന്റെ മുന്നിൽ ചാടിയത്. രാമഭദ്രൻ കാർ മുന്നോട്ടെടുക്കാൻ തുടങ്ങുകയായിരുന്നു. നിർത്ത്! പെട്ടെന്ന് ഒരാൾ കാറിന്റെ മുന്നിലേക്ക് വന്നു. വൃദ്ധനായ ഒരു കൂനൻ. രാമഭദ്രന് ആളെ മനസ്സിലായി. കഴുകൻകാവിൽ വെച്ച് കണ്ട വൃദ്ധൻ. എന്താ? തല പുറത്തേക്കിട്ട് രാമഭദ്രൻ തിരക്കി. കഴുകൻകാവിലേക്ക് ഈ അസമയത്ത് പോകരുത്, അവിടെ അവളുണ്ട്, സുഗന്ധി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ മിസ്റ്റർ? രാമഭദ്രന് ദേഷ്യം വന്നു. ഇയാളെ രാമൻ അറിയുമോ? ഉച്ചയ്ക്കത്തെ സംഭവം JPയോട് പറഞ്ഞു. എന്താ നിങ്ങളുടെ പേര്? ആദിത്യൻ. കൊള്ളാം, പുതുമയുള്ള പേര്. JP ചിരിച്ചു. പോകാം. രാമഭദ്രൻ കാർ മുന്നോട്ടെടുത്തു. പോകരുതെന്നല്ലേ പറഞ്ഞത്? പിന്നിൽ നിന്നും ആദിത്യന്റെ ശബ്ദം കേട്ടു. അയാൾക്ക് ഭ്രാന്താണോ രാമ? ആണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. കാരണം സുഗന്ധയുടെ പുനർജന്മവും ആദിത്യന്റെ വരവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഈ നാട്ടിൽ ഇതുവരെ കാണാത്ത ഒരു വൃദ്ധനാണ് അയാൾ. അയാളിപ്പോൾ എന്റെ പിന്നാലെയാണ്. നമുക്ക് നോക്കാം രാമ. കേട്ടിട്ട് ത്രിൽ തോന്നുന്നു. രാമഭദ്രൻ അതിന് മറുപടി പറഞ്ഞില്ല. കാർ വീട്ടിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. സ്വീകരണ മുറിയിലെ സോഫയിൽ രാമഭദ്രൻ വാങ്ങിയ പെയിന്റിങ്ങുകൾ ചുരുളുകളാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഭാമ ഓരോ പെയിന്റിങ്ങും എടുത്ത് നിവർത്തി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൾ കണ്ണില്ലാത്ത സുന്ദരിയുടെ ചിത്രം കണ്ടത്. അവൾ അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി നിന്നു. ചേച്ചി! ഭാമ അപർണയെ വിളിച്ചു. എന്നെ വിളിച്ചോ? പിന്നിൽ നിന്നും ശബ്ദം കേട്ട് ഭാമ തിരിഞ്ഞു നോക്കി. ഏ? തലയിൽ പാമ്പ് കുത്തിയതുപോലെ അവൾ നടുങ്ങിപ്പോയി. ചിത്രത്തിലെ യുവതി ജീവനോടെ നിൽക്കുന്നു. അയ്യോ! ഭാമയുടെ തല കറങ്ങി. അവൾ നിലത്തേക്ക് വീഴും മുമ്പ് 2 കൈകൾ താങ്ങി. എന്താടി? എന്തു പറ്റി? അപർണയായിരുന്നു. ചേച്ചി അവിടെ. ഭാമ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് അപർണ നോക്കി. അവിടെ ആരുമില്ല. നീ എന്താ കണ്ടത്? ഈ ചിത്രത്തിലെ പെണ്ണ് ഇപ്പോൾ എവിടെ ഉണ്ടായിരുന്നു? നിനക്ക് എന്താ പറ്റിയത്? സ്വപ്നം വല്ലതും കണ്ടോ? എണീറ്റ് വാ. അല്ല ചേച്ചി, ഞാൻ സത്യമായിട്ടും കണ്ടതാ. അവൾ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് വന്നപ്പോൾ രാമഭദ്രന്റെ കാർ പോർച്ചിൽ വന്നു നിന്നു. അതിൽ നിന്നും രാമഭദ്രനോടൊപ്പം ജയപാലും ഇറങ്ങി. ഹായ് അപർണ, ഭാമ. JP അവരെ വിഷ് ചെയ്തു. എന്തു പറ്റി രണ്ടാളും പരിഭ്രമിച്ചു നിൽക്കുന്നത്? രാമഭദ്രൻ ചോദിച്ചു. ഭാമ പറയാ, രാമേട്ടൻ കൊണ്ടുവന്ന ചിത്രത്തിലെ പെണ്ണിനെ അവള് കണ്ടെന്ന്. എന്ത്? രാമഭദ്രൻ പുറത്തേക്ക് വന്ന ഞെട്ടൽ ഒളിപ്പിച്ചു. JP രാമഭദ്രനെ നോക്കി. തോന്നിയതാവും. ഇവിടെ എത്രയോ ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീ വാടി. അപർണ ഭാമയെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ടോ JP, ഞാൻ പറഞ്ഞില്ലേ? എവിടെ ആ ചിത്രം? വരൂ. 2 പേരും കൂടി സ്വീകരണ മുറിയിലെത്തി. ഭാമ നിവർത്തിയിട്ട പെയിന്റിംഗ് സോഫയിൽ നിന്നും JP എടുത്തു നോക്കി. കൊള്ളാം, ഉഗ്രൻ, ജീവനുണ്ടെന്ന് തോന്നും. പക്ഷേ ഇതിന് കണ്ണുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കൊരാശയം തോന്നുന്നു. JP, നിനക്കിതിന്റെ കണ്ണുകൾ വരച്ചുകൂടെ? വേണ്ട, സാഹസങ്ങൾക്ക് മുതിരരുത്. അത് നാശം വിതയ്ക്കും. പെട്ടെന്ന് അവിടെ ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി. അയ്യോ, അത് അവളാണ്, സുഗന്ധി. രാമഭദ്രൻ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആലോചനയോടെ JP പറഞ്ഞു. നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഞാനും അച്ഛനും കൂടി അഗ്നിശർമ്മനെ പോയി കാണാനിരിക്കുക. അഗ്നിശർമ്മനോ? ആരാണയാൾ? പഴയ കാണിയങ്കാട്ടു മനയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ, മാന്ത്രികൻ. അദ്ദേഹത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന അച്ഛന്റെ വിശ്വാസം. സുഗന്ധിയെ കൊണ്ട് തനിക്ക് ഉപദ്രവമൊന്നുമില്ലെങ്കിൽ പിന്നെ അവളെ എന്തിനു ഒഴിപ്പിക്കണം? കൂടെ താമസിക്കട്ടെ. JP, തമാശകളെ. ഒരു ദുഷ്ടശക്തിയായ അവൾ എപ്പോഴാണ് രുദ്രഭാവം പ്രാപിക്കുകയെന്ന് ആർക്കറിയാം? കുടുംബത്തിന് നാശമുണ്ടാക്കാനാണ് അവൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഞാൻ ആ ചിത്രത്തിന് കണ്ണുകൾ വരച്ച് ജീവൻ കൊടുക്കും. വേണ്ട,
നമുക്ക് അഗ്നിശർമ്മൻ നമ്പൂതിരിയെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാം. ശിവശങ്കര പണിക്കരും പ്രദീപും അങ്ങോട്ട് വന്നു. കാര്യങ്ങളൊക്കെ എന്തായി അച്ഛാ? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് രാമേട്ട, പ്രദീപ് പറഞ്ഞു. ജെ പി, നിനക്ക് കുളിക്കണ്ടേ? യാത്രാക്ഷീണവും കാണും. ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നു. സംശയമൊക്കെ നാളെ ആകാം. അപർണ ചായയുമായി വന്നു. ചായ കുടിച്ചിട്ട് കുളിക്കാം. മോനെവിടെ? അവൻ കിടന്നു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും കുറച്ചുകൂടി തടി വെച്ചിട്ടുണ്ട്. രാമേട്ടൻ പറഞ്ഞത് ഞാൻ മെലിഞ്ഞൂന്നാ. എന്നും കാണുന്നോണ്ട് രാമന് തോന്നുന്നതാ. ജെ പി ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു. ചേച്ചിയെ അമ്മ വിളിക്കുന്നു. ഭാമ അങ്ങോട്ട് വന്നു. ഭാമയുടെ പഠിത്തം കഴിഞ്ഞില്ലേ? ചായക്കപ്പ് ടീപ്പോയുടെ പുറത്ത് വെച്ചിട്ട് ജെ പി തിരക്കി. എംകോം സെക്കൻഡ് ഇയർ. ജയപാലേട്ടൻ്റെ പെയിന്റിംഗ് എക്സിബിഷനൊക്കെ കഴിഞ്ഞോ? ഭാമ ചോദിച്ചു. ഉവ്, ഒരാഴ്ച ഡൽഹിയിലായിരുന്നു. കുറേ വിദേശ ചിത്രകാരന്മാരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. ജെ പി, കഥകളൊക്കെ രാവിലെ ആകാം. എണീറ്റ് വാ. രാമഭദ്രൻ വിളിച്ചതും ജെ പി എണീറ്റു. ഭാമ തൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ബെഡിൽ ഗോകുൽമോൻ ഉറങ്ങുന്നു. താൻ എന്ന് വന്നാലും മോൻ തൻ്റെ കൂടെയാണ് കിടപ്പ്. കിടക്കയിലിരുന്ന് ഭാമ മോൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചു. അപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ ഹാൻഡിൽ തിരിഞ്ഞു. ആരാ അത്? ഭാമ ചാടി എണീറ്റു. വാതിൽ തുറന്ന് ഒരു സുന്ദരി പുറത്തേക്ക് വന്നു. ഞാനാ. ഏ? അവളെ കണ്ട് ഭാമ ഞെട്ടി. പെയിന്റിങ്ങിലെ സുന്ദരി. നീ നീ ആരാ? ഭാമ വിറച്ചു. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നീ അറിയില്ല. പക്ഷേ രാമഭദ്രം, നിന്റെ അച്ഛനൊക്കെ എന്നെ നന്നായി അറിയാം. ഞാൻ സുഗന്ധി. അവൾ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ചുവന്നു. അതിൽ നിന്നും ചോരത്തുള്ളികൾ കവിളിലൂടെ ഒഴുകി. അയ്യോ അമ്മേ! ഭാമയുടെ ബോധം മറഞ്ഞു. എന്താ ഭാമേ? രാമഭദ്രൻ ഓടി വന്നു. പിന്നാലെ ജെ പിയും. ബോധം കെട്ടിക്കിടക്കുന്ന ഭാമയെ രാമഭദ്രൻ എടുത്ത് കിടക്കയിൽ കിടത്തി. ബഹളം കേട്ട് ഗോകുൽമോൻ ഉണർന്ന് കരയാൻ തുടങ്ങി. അപർണയും അച്ഛനും പ്രദീപും എല്ലാം ഓടി വന്നു. രാമഭദ്രന്റെ കുളിമുറിയിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഭാമയുടെ മുഖത്ത് തളിച്ചു. ഭാമേ, ഭാമേ. ഭാമ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എന്താ അടി പറ്റിയത്? അപർണ അനുജത്തിയെ കെട്ടിപ്പിടിച്ചു. ഭാമേ, നിനക്ക് എന്താ പറ്റിയത്? രാമേട്ട, അവൾ പിന്നെയും വന്നു. ആ ചിത്രത്തിലെ സുന്ദരി സുഗന്ധി. പണിക്കരും രാമഭദ്രനും ഞെട്ടലോടെ മുഖാമുഖം നോക്കി. അവളെ തന്നെയല്ലേ നീ കുറച്ചു മുമ്പ് കണ്ടത്? അതെ ചേച്ചി, അത് സുഗന്ധിയാണ്, സുഗന്ധി. ഓ ദൈവമേ! ആ കാഴ്ച മനസ്സിൽ ഒരിക്കൽ കൂടി അവൾ കാണുന്നത് പോലെ രാമഭദ്രനും ജയിപ്പിക്കും തോന്നി. രാമ, സുഗന്ധി കളി തുടങ്ങി. നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന ശരിയാകില്ല, പണിക്കർ പറഞ്ഞു. ഇനി എന്തു ചെയ്യുവച്ചാ? നമ്മളെ രക്ഷിക്കാൻ ഇനി അഗ്നിശർമ്മനെ കഴിയൂ. നാളെ തന്നെ പുറപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, നാളെ വെള്ളിയാഴ്ചയും പൗർണമി രാവുമാണ്. തീയതി 13. സുഗന്ധിയുടെ ലക്ഷ്യം എന്താണെങ്കിലും അത് നാളെ നടപ്പിലാക്കിയിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ പറയുന്നത് നാളെ ഈ വീട്ടിൽ ഒരു ദുർമരണം സംഭവിച്ചേക്കാമെന്ന്. മൈ ഗോഡ്! രാമഭദ്രൻ ഞെട്ടിപ്പോയി. ഈശ്വര, അതെന്റെ മോളായിരിക്കരുതേ. പണിക്കർ മന്ത്രിക്കുന്നത് രാമഭദ്രൻ കേട്ടു. ഭാമയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആ ദുഃഖം ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടും. എന്താച്ചാ ഒരു പോംവഴി? നാളെ രാവിലെ തന്നെ നമ്മൾ കാണിയാങ്കാട്ട് ഇല്ലത്തെത്തി അഗ്നിശർമ്മൻ തിരുമേനിയെ കാണണം. അദ്ദേഹം എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാതിരിക്കില്ല. പക്ഷേ ഹൗസ് വാമിംഗ് അതിഥികളൊക്കെ വരുമ്പോൾ ഞാനും അച്ഛനും എവിടെയില്ലാതെ? നമുക്ക് വെളുപ്പിന് പോവാം. ഉച്ച കഴിയുമ്പോഴേക്കും മടങ്ങിയെത്താം. പ്രദീപും ജയപാലനും ഒക്കെ ഉണ്ടല്ലോ. തൽക്കാലം സ്ത്രീകളൊന്നും അറിയണ്ട. ജെ പിയോടും പ്രദീപിനോടും മാത്രം പറഞ്ഞാൽ മതി. ശരിയച്ചാ, രാമഭദ്രൻ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു. രാത്രിയിൽ ഒന്നും സംഭവിക്കരുത് എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചിട്ടാണ് ശിവശങ്കര പണിക്കർ കിടന്നത്. പുലർച്ചെ 4 മണിക്ക് തന്നെ രാമഭദ്രനും പണിക്കരും ഉണർന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ യാത്രാ ഉദ്ദേശം ജയപാലിന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. 9 മണിയായപ്പോൾ അവരുടെ കാറ് കാളിയങ്കാട്ട് മനയുടെ മുറ്റത്ത് ചെന്ന് നിന്നു. പഴയ പ്രതാപമൊന്നുമില്ലാത്ത ഒരു സാധാരണ 2 നില വീടാണ് അവർ കണ്ടത്. അച്ഛാ, ഇത് തന്നെയാണോ മന? അതെ, ഇപ്പോൾ മന എന്ന പേര് മാത്രമേ ഉള്ളൂ. അവർ കാറിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് കയറി. കോളിംഗ് ബെൽ അമർത്തി. 1-2 നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു യുവതി വാതിൽ തുറന്നു. ആരാ? എവിടുന്ന? കുറച്ച് ദൂരത്തു നിന്നാ. അഗ്നിശർമ്മ തിരുമേനിയെ ഒന്ന് കാണണം. കുറെ നാളായി അച്ഛൻ കിടപ്പില.
അകത്തേക്ക് വന്നോളൂ. യുവതിയുടെ പിന്നാലെ അവർ അകത്തേക്ക് ചെന്നു. കുഴമ്പിന്റെയും എണ്ണയുടെയും മണം മൂക്കിലേക്ക് അടിച്ചു കയറി. ആരാ ശ്രീദേവി? ഘനഗംഭീരമാർന്ന ഒരു ശബ്ദം കേട്ടു. അച്ഛനെ കാണാനാ. വരാൻ പറയൂ. വന്നോളൂ ട്ടോ. പണിക്കരും രാമഭദ്രനും മുറിക്കുള്ളിലേക്ക് കയറി. വലിയൊരു ഹാളായിരുന്നു അത്. ഇഷ്ടം പോലെ വായുവും വെളിച്ചവുമുള്ള മുറി. അതിനടുത്തുള്ള ഒരു കട്ടിലിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വൃദ്ധൻ. അഗ്നിശർമ്മൻ നമ്പൂതിരി. ഇരിക്കൂ, അഗ്നിശർമ്മൻ തിരുമേനി പറഞ്ഞു. ശ്രീദേവി ഹാളിൽ കിടന്ന ചൂരൽ കെട്ടിയ കസേരകൾ അവർക്കരികിലേക്ക് നീക്കിയിട്ട് കൊടുത്തു. പണിക്കരും രാമഭദ്രനും കസേരകളിലിരുന്നു. മന്ത്രവാദം എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ 1 വർഷമായി ഞാൻ എവിടേക്കും പോകാറില്ല. ഇപ്പോൾ ആ പഴയ പേര് മാത്രമേ ഉള്ളൂ. അത് കേട്ടറിഞ്ഞ് നാനാ ദിക്കീന്നും ആളുകൾ വരാറുണ്ട്. എല്ലാവരോടും എനിക്ക് ഈ മറുപടി മാത്രമേ പറയാനുള്ളൂ. ആമുഖമെന്നോണം തിരുമേനി പറഞ്ഞു. ഞങ്ങൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. പണിക്കർ തുടങ്ങി വെച്ചു. പറഞ്ഞോളൂ. നമ്മളെക്കൊണ്ട് ഈ കിടപ്പിൽ പരിഹാരം കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഫലമുണ്ടാകും. അങ്ങയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ തിരുമോനിയുടെ കാലത്തുണ്ടായ സംഭവത്തിൽ നിന്ന് തുടങ്ങാം. ശിവശങ്കര പണിക്കർ സുഗന്ധിയെക്കുറിച്ചുള്ള കഥകൾ എല്ലാം അഗ്നിശർമ്മനോട് വിശദമായി പറഞ്ഞു. തലേന്ന് രാത്രി ഭാമ സുഗന്ധിയെ കണ്ടതുവരെ. പണിക്കർ പറഞ്ഞത് മുഴുവൻ കേട്ടുകൊണ്ട് കിടന്ന അഗ്നിശർമ്മൻ കണ്ണു തുറന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. മുത്തച്ഛൻ എഴുതി വെച്ച താളിയോലകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു സത്യം കൂടി ഉണ്ടായിരുന്നു. സുഗന്ധവല്ലി ചെമ്പകരാമന്റെ മകളായിരുന്നില്ല. പിന്നെ? പണിക്കർ ഉദ്യോഗത്തോടെ തിരുമേനിയെ നോക്കി. കാട്ടുവാസിയായ ആദിത്യന്റെ മകൾ. എന്ത്? രാമഭദ്രനും പണിക്കരും ഞെട്ടിപ്പോയി. സത്യമാണ്. താളിയോലകൾ സാക്ഷി. ചെമ്പകരാമന്റെ ഭാര്യ സരോജാദേവിക്ക് ആദിത്യൻ എന്ന കാട്ടുവാസിയിലുണ്ടായ മകളായിരുന്നു സുഗന്ധവല്ലി. സുഗന്ധവല്ലി ഋതുമതിയായ ശേഷമാണ് ചെമ്പകരാമൻ സത്യമറിഞ്ഞത്. അന്ന് തന്നെ ആരും അറിയാതെ ആദിത്യനെയും അവന്റെ കുടുംബത്തെയും വകവരുത്തി. സുഗന്ധി ആദിത്യന്റെ മകളായിരുന്നെങ്കിൽ നിരഞ്ജനുമായുള്ള കല്യാണം നടത്തുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണിക്കർ തന്റെ സംശയം പറഞ്ഞു. മഹാ അഭിമാനിയായ ചെമ്പരാമന് സുഗന്ധി തന്റെ മകളിലെന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാടുവിട്ട സുഗന്ധിയെയും നിരഞ്ജനെയും അയാൾ ആളുകളെ വിട്ട് കൊലപ്പെടുത്തിയത്. ചെമ്പകരാമനല്ല തന്റെ അച്ഛനെന്നറിഞ്ഞ സുഗന്ധിയുടെ ആത്മാവ് അയാളെയും കൊന്നു. പിന്നെ ദേശക്കാർക്ക് ശല്യമായി മാറിയ അവളെ മുത്തച്ഛൻ ആവാഹിച്ച് കുടിയിരുത്തി. നാട്ടുകാർ ദേവീ ചൈതന്യവും നൽകി ആരാധിച്ചു പോന്നു. ഇപ്പോൾ അവൾ പുനർജനിച്ചിരിക്കുന്നു. അതിനു കാരണക്കാരൻ ആദിത്യനാണ്, അവളുടെ പിതാവ്. എന്ത്? വിശ്വാസം വരാതെ പണിക്കരും രാമഭദ്രനും മുഖത്തോട് മുഖം നോക്കി. പരമാർത്ഥം. ആട് മേയ്ക്കാൻ വന്ന കുട്ടികൾ സുഗന്ധിയെ സ്വതന്ത്രയാക്കിയതോടുകൂടി അവൾ തൻ്റെ അച്ഛൻ്റെ പുനർജന്മത്തെ തേടി കണ്ടെത്തി. അയാളാണ് നിങ്ങൾ കണ്ട ആദിത്യൻ. ഞങ്ങൾ എന്താണ് തിരുമേനി ചെയ്യേണ്ടത്? അങ്ങൊരു മാർഗം പറഞ്ഞു തരണം. വഴിയുണ്ട്. അവൾ തന്നെ പറഞ്ഞു തന്ന വഴി. അവളുടെ ഛായാചിത്രത്തിന്റെ കണ്ണിൽ കൃഷ്ണമണികൾ വരയ്ക്കുക. അതോടെ അവൾ സ്വയം ബന്ധനസ്ഥയാകും. എങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അയാളെ കൊണ്ട് വരപ്പിക്കാൻ തിരുമേനി. പാടില്ല. അതിന് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അത് വരയ്ക്കുന്നത് ഒരു ചിത്രകാരനായിരിക്കണം. ഓ, സമാധാനമായി. ഞാൻ പറഞ്ഞയാൾ പ്രശസ്തനായ ചിത്രകാരനാണ്. ഡൽഹിയിൽ അഖിലേന്ത്യാ തലത്തിൽ നടന്ന പെയിന്റിംഗ് എക്സിബിഷനിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ മടങ്ങിയെത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ ചിത്രകാരനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആവാഹന മന്ത്രം അറിയണം. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ചിത്രം പൂർത്തിയാക്കാൻ. ആ മന്ത്രം തിരുമേനി പഠിപ്പിച്ചു കൊടുത്താൽ പോരെ? പക്ഷേ അതുമാത്രം കൊണ്ടായില്ല. ആ ചിത്രകാരൻ വെളുത്ത വാവിൻ്റെ അന്ന് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവനായിരിക്കണം. അതും 3-ാം യാമത്തിന്റെ അന്ത്യത്തിൽ. ഇനി എന്തു ചെയ്യും? നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. എന്താണത്? ആ ചിത്രം പൂർത്തിയാക്കി സുഗന്ധിയെ ആവാഹിക്കുന്ന ചിത്രകാരന് ദുർമരണം വരെ സംഭവിക്കാം. രാമഭദ്രനും പണിക്കരും ഞെട്ടിപ്പോയി. അത് മനസ്സിലാക്കിയ ആള് തന്നെ വേണം ആ കർമ്മം ചെയ്യാൻ. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ കർമ്മം ചെയ്യാൻ സന്നദ്ധനാകുമോ തിരുമേനി? ഉണ്ടാകും. നിങ്ങൾ പരിശ്രമിക്കണം. വരട്ടെ തിരുമേനി. അഗ്നിശർമ്മനെ തൊട്ടു വണങ്ങി അവർ എണീറ്റു. ജയപാലിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം. പക്ഷേ അതുവരെ ആരൊക്കെ ജീവനോടെ കാണുമെന്ന് അറിയില്ലല്ലോ രാമ. പേടിപ്പിക്കാതെ അച്ഛാ. അവരെ വഹിച്ചുകൊണ്ട് കാറ് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് രാമഭദ്രനും പണിക്കരും
വീട്ടിൽ തിരിച്ചെത്തി. വന്ന അതിഥികളൊന്നും പോയിരുന്നില്ല. പോയ കാര്യം എന്തായി? തിരക്കുറഞ്ഞപ്പോൾ JP രാമഭദ്രനോട് തിരക്കി. ഒക്കെ പറയാം, അതിഥികളൊക്കെ പൊയ്ക്കോട്ടെ. 5 മണി ആയപ്പോഴേക്കും അതിഥികളൊക്കെ വന്നു പോയി കഴിഞ്ഞിരുന്നു. രാമേട്ടനും അച്ഛനും എന്ത് പണിയാ കാണിച്ചത്? പുതിയ വീട്ടിൽ പാല് കാച്ചിയ നേരത്ത് ഗൃഹനാഥനെ കാണാനില്ല. അപർണ അവരെ കുറ്റപ്പെടുത്തി. പെട്ടെന്ന് പോകേണ്ട ഒരാവശ്യമുണ്ടായിപ്പോയി മോളെ, സാരമില്ല, പണിക്കർ അവളെ ആശ്വസിപ്പിച്ചു. ഭാമയും ഗോകുലും ചേർന്ന് സമാന പാക്കറ്റുകൾ പൊട്ടിച്ചു നോക്കുകയായിരുന്നു. അപർണയും അവർക്കരികിലേക്ക് ചെന്നു. ശിവശങ്കര പണിക്കരും രാമഭദ്രനും JPയും സ്വീകരണ മുറിയിൽ സമ്മേളിച്ചു. ആ ചർച്ചയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരുന്നു. നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നോ? JP ചോദിച്ചു. അഗ്നിശർമ്മന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അയാൾ പറഞ്ഞ കാര്യവും പണിക്കർ JPയെ അറിയിച്ചു. ഇത്രയേ കാര്യമുള്ളോ? ആ ചിത്രം ഞാൻ തന്നെ പൂർത്തിയാക്കാം. JP, നീ പറയുന്നത്? എടോ രാമ, നീ ചിറ്റാട്ടുകുളം മാതൃകയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ കേട്ടിട്ടുണ്ടാവും. ഉവ്. ചിറ്റാട്ടുകുളത്തിലെ ശാസ്ത്രധർമ്മൻ നമ്പൂതിരി പേരുകേട്ട മാന്ത്രികനാ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശനാ. അപ്പോ ഞാനും മാന്ത്രിക കുടുംബത്തിൽ പിറന്നവൻ തന്നെയല്ലേ? ആവാഹന മന്ത്രം എനിക്കറിയില്ല. അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെളുത്ത വാവിൻ്റെ അന്ന് 3-ാം യാമത്തിൻ്റെ അന്ത്യത്തിൽ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾ തന്നെ വേണ്ടേ JP? വേണം. എൻ്റെ നക്ഷത്രം അവിട്ടമാണ്. വെളുത്ത വാവുണ്ടോ യാമം 3 എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാമായിരിക്കും. വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. എല്ലാം ഓക്കെയാണെന്ന് വിചാരിക്കുക. പക്ഷേ അഗ്നിശർമ്മം പറഞ്ഞത് ആ കർമ്മം ചെയ്യുന്ന ആളിന് ദുർമരണം വരെ സംഭവിക്കാമെന്നല്ലേ? പോകാൻ പറയടോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിരിക്കെ. JP, ജീവൻ കൊണ്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. എന്താച്ചാ? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ സുഗന്ധി അറിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് അവളെ തളയ്ക്കാൻ സാധിക്കില്ല. അവളുടെ സഹായത്തിനായി ആദിത്യനുമുണ്ട്. അഗ്നിശർമ്മൻ പറഞ്ഞ മന്ത്രം പഠിക്കാനുള്ള ഏർപ്പാടുകൾ അച്ഛൻ ചെയ്യണം. ഇതിനൊരു അന്ത്യം കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ആശി എന്ന പോലെ ജയപാലൻ പറഞ്ഞു. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ഇന്ന് രാത്രി നമ്മൾ സൂക്ഷിക്കണം, പണിക്കർ ഭയത്തോടെ പറഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങി. പുതിയ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് JPയുടെ മുറി. അതിനടുത്ത് ഭാമയും ഗോകുലും. താഴെയാണ് മാസ്റ്റർ ബെഡ്റൂം. അവിടെ രാമഭദ്രനും അപർണയും. വാതിൽ തനിയെ തുറക്കുന്ന ശബ്ദം കേട്ട് ജയപാൽ കണ്ണു തുറന്നു. മുറിക്കുള്ളിൽ ആരോ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ബെഡ് ലാമ്പിൻ്റെ സ്വിച്ച് ഇട്ടു. മുറിക്കുള്ളിൽ പ്രകാശം പരന്നു. സുന്ദരിയായ യുവതി മുന്നിൽ നിൽക്കുന്നു. സുഗന്ധി. ഞെട്ടലോടെ JP അവളെ തിരിച്ചറിഞ്ഞു. നീയാണല്ലേ എന്നെ നശിപ്പിക്കാൻ പോകുന്നത്? സുഗന്ധിയുടെ കണ്ണുകൾ ജ്വലിച്ചു. അവയിൽ നിന്നും ചോര കവിളിലൂടെ താഴേക്കൊഴുകി. ജയപാൽ ചാടി എഴുന്നേറ്റു. നീ ജീവനോടെ ഇരുന്നാലല്ലേ എൻ്റെ കണ്ണുകൾ വരയ്ക്കൂ? ഇന്ന് എന്താ ദിവസമെന്ന് നിനക്കറിയാമോ? വെള്ളിയാഴ്ചത്തെ പൗർണമി. അന്ന് പ്രേതങ്ങൾക്ക് അമാനുഷിക ശക്തിയായിരിക്കും. അവൾ പൊട്ടിച്ചിരിച്ചു. കടവായിൽ കൂർത്ത കോമ്പലുകൾ JP കണ്ടു. മഹാമാന്ത്രികൻ ചിറ്റാട്ടുകുളത്തിൽ ശാസ്ത്രധർമ്മൻ നിന്റെ അച്ഛൻ്റെ മുത്തച്ഛനാണല്ലേ? ആ തറവാട്ടിലെ ഒരു സന്തതിയെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്തിന്? കണിയങ്കാട്ടുമനയിലെ നീലകണ്ഠൻ നമ്പൂതിരിയുടെ പരികർമ്മിയായിരുന്നു അയാൾ. എന്നെ ആവാഹിച്ച് മരപ്പലകയിൽ ആണിയടിക്കാൻ കൂട്ടുനിന്നത് അയാളായിരുന്നു. അയാളോടുള്ള പ്രതികാരം ഞാൻ നിന്നിലൂടെ തീർക്കാൻ പോവുകയാണ്. സുഗന്ധിയുടെ കൈ നീണ്ടുവരുന്നത് JP കണ്ടു. പിന്നെ അമ്മ പഠിപ്പിച്ചു തന്ന വിഷ്ണുമന്ത്രം ചൊല്ലി. ഒരു നിമിഷം സുഗന്ധിയുടെ കൈ നിശ്ചലമായി. നിനക്ക് മന്ത്രങ്ങളൊക്കെ വശമാണല്ലേ? അതെ, എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നാണ്. എൻ്റെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? ചിറ്റേട്ടുകുളത്തെ മാണിക്യത്തമ്പുരാട്ടി. നിന്റെ അമ്മ സരോജാദേവി എൻ്റെ അമ്മയുടെ മുതുമുത്തശ്ശി. അപ്പോൾ നീ എൻ്റെ അർദ്ധ സഹോദരി. എന്തു പറയുന്നു സുഗന്ധി? ജയപാൽ ചിരിച്ചു. കള്ളം, പച്ചക്കള്ളം. ഞാനിത് വിശ്വസിക്കില്ല. നീ ജ്ഞാനദൃഷ്ടിയുള്ളവളല്ലേ? നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അപ്പോൾ അറിയാം. രക്തബന്ധമുള്ളവരെ സുഗന്ധി കൊല്ലില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് സത്യമല്ലേ? പെട്ടെന്ന് സുഗന്ധി അപ്രത്യക്ഷമായി. അപ്പോൾ താഴെ നിന്നൊരു നിലവിളി കേട്ടു. വീട്ടിനുള്ളിലെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു. രാമഭദ്രൻ കരച്ചിൽ കേട്ട മുറിയിലേക്ക് ചെന്നു. സ്വീകരണ മുറിയിൽ പേടിയോടെ പ്രദീപ് നിൽക്കുന്നത് കണ്ടു. നീ എങ്ങനെ ഇവിടെ വന്നു? അറിയില്ല. കണ്ണു തുറന്നപ്പോൾ ഇവിടെ തറയിൽ കിടക്കുകയായിരുന്നു. പിന്നെ നിലവിളിച്ചത് എന്തിനാ?
ദാ അവൻ കൈ ചൂണ്ടി. സോഫയിൽ നിവർത്തിയിട്ടിരുന്ന സുഗന്ധിയുടെ പൂർത്തിയാക്കാതെ ചിത്രത്തിന്റെ കണ്ണിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നത് ഞെട്ടലോടെ അവർ കണ്ടു. അച്ഛാ, എന്താണിതൊക്കെ? പേടിയോടെ അപർണ ചോദിച്ചു. എനിക്കറിയില്ല മോളെ, വിഹലതയോടെ പണിക്കർ മന്ത്രിച്ചു. അപ്പോഴേക്കും ജയപാലും അങ്ങോട്ട് വന്നു. അയാൾ ധൈര്യം സംഭരിച്ച് ആ ചിത്രം കയ്യിലെടുത്തു. അടുത്ത നിമിഷം അത് തീ പിടിച്ച് കത്തി. ഹോ! ജയപാൽ ചിത്രം തറയിലേക്കിട്ടു. അത് മുഴുവൻ കത്തി ചാമ്പലായി. സുഗന്ധി ബുദ്ധിമതി തന്നെ. ഇനി ചിത്രം പൂർത്തിയാക്കി അവളെ ബന്ധിക്കാൻ കഴിയില്ല. പണിക്കരുടെ മനസ്സ് മന്ത്രിച്ചു. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്നുറങ്ങാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. എല്ലാവരും മുറിയിലേക്ക് പോയപ്പോൾ JP തനിക്കുണ്ടായ അനുഭവം പണിക്കരോട് പറഞ്ഞു. അവളിൽ നിന്നും രക്ഷപ്പെട്ടല്ലേ, അതുതന്നെ മഹാഭാഗ്യം. പക്ഷേ അവൾ വളരെ ബുദ്ധിമതിയാണ്. ഇനി ആർക്കും അവളെ അഗ്നിശർമ്മൻ പറഞ്ഞ രീതിയിൽ ബന്ധിക്കാൻ സാധിക്കില്ലല്ലോ. ശരിയാണ്, ആ ശല്യം ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു, രാഭദ്രൻ പറഞ്ഞു. എല്ലാവരും കിടപ്പറകളിലേക്ക് മടങ്ങി. വീട്ടിനുള്ളിലെ വെളിച്ചങ്ങളെല്ലാം അണഞ്ഞു. പുറത്ത് ശക്തിയായ കാറ്റും മഴയും തുടങ്ങി. നാശം, കറണ്ട് പോയി. രാമഭദ്രൻ എണീറ്റ് ടെറസിൽ വന്നിരുന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അപ്പോൾ തനിക്ക് ചുറ്റും നിശാഗന്ധി പൂക്കളുടെ പരിമളം ഉയരാൻ തുടങ്ങി. സുഗന്ധി, അയാളുടെ അതരം മന്ത്രിച്ചു. അതെ, ഞാൻ തന്നെ. എന്നെ മറന്നിട്ടില്ലല്ലോ. തൊട്ടു മുന്നിൽ അവൾ, സുഗന്ധി. രാമഭദ്രൻ അമ്പരന്നു പോയി. പേടിച്ചു പോയോ? അവൾ ചിരിച്ചു. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി എൻ്റെ ചിത്രം പൂർത്തിയാക്കി നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാൻ കഴിയില്ല. ആ ചിത്രം ഞാൻ നശിപ്പിച്ചു. ഇനി ഞാൻ എന്നും നിന്നോടൊപ്പം ഒരു നിഴലായി ഉണ്ടാവും. അവൾ വീണ്ടും ചിരിച്ചു. എന്തിനാണ് നീ എൻ്റെ പിന്നാലെ വരുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിനക്കെന്നെ ഒന്ന് കൊന്നു തരാമോ? ഇല്ല, ഒരിക്കലുമില്ല. നിന്നെ ഞാൻ കൊല്ലില്ല. എൻ്റെ നിരഞ്ജൻ്റെ അതേ ജാതകമാണ് നിനക്ക്. നിരഞ്ജൻ ജനിച്ച അതേ നാഴികയിലും വിനാഴികയിലും ജനിച്ച നിരഞ്ജൻ്റെ പുനർജന്മമാണ് നീ. അത് കേട്ട് രാമഭദ്രൻ ശ്വാസം കഴിക്കാൻ മറന്ന് ഇരുന്നു പോയി. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും എനിക്ക് നിന്നെ വേണം. നമുക്ക് ഒന്നിച്ച് ജീവിക്കണം നിരഞ്ജൻ. ജീവിച്ച് എനിക്ക് കൊതി തീർന്നിരുന്നില്ല. ഒരു കാമുകിയുടെ ഭാവത്തോടെ അവൾ രാമഭദ്രനെ നോക്കി. അയാൾക്ക് മിണ്ടാട്ടം മുട്ടി. ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ നിന്റെ അമ്മായി അച്ഛനോടും കൂട്ടുകാരോടും പറഞ്ഞേക്കണം മനസ്സിലുള്ളതൊക്കെ മറന്നേക്കാൻ. ഇല്ലെങ്കിൽ... അവളുടെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ തിളങ്ങുന്നത് രാമഭദ്രൻ കണ്ടു. അവൾ കൈ നീട്ടിയപ്പോൾ കൈക്കുള്ളിൽ കൊഴുത്ത ചോര. അതവൾ രാമഭദ്രന്റെ നെറ്റിയിൽ തേച്ചു. രക്തതിലകം. ഇതിനർത്ഥം ഇന്നു മുതൽ നീ എൻ്റേതു മാത്രമാണെന്നാണ്. പറഞ്ഞതൊന്നും മറക്കരുത്. പെട്ടെന്ന് സുഗന്ധി അപ്രത്യക്ഷയായി. രാമഭദ്രൻ എണീറ്റ് യാന്ത്രികമായി കിടപ്പറയിലേക്ക് നടന്നു. എല്ലാവർക്കും ജിജീബ് ചിലമ്പിൽ എഴുതിയ 13-ാം പാതിര എന്ന നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.